ഇസ്ലാമിൻ്റെ കാതലായ വശങ്ങളും അതുപോലെ തന്നെ കർമ്മശാസ്ത്ര വിധികളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ നെഞ്ചോട് ചേർക്കുമ്പോഴാണ് നമ്മൾ ഒരു മുസ്ലിമാവുക. അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായി തോന്നണം. ഞാനിങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് എല്ലായിടത്തും അവഗണിക്കപ്പെടുകയാണ് എന്നും നേരം വെളുത്താൽ ഓരോ തരത്തിലുള്ള ഭീഷണികളാണ്. വിശ്വാസിയായി എന്നതിൻ്റെ പേരിൽ നാണക്കേടാണ് എന്നൊക്കെ തോന്നിത്തുടങ്ങുന്ന എന്നതിലുപരി തോന്നിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലമാണ്. ഇതൊരു പുതിയ അനുഭവമല്ല. ഇസ്ലാം അള്ളാഹു ഈ ലോകത്ത് ഈ ഒരു മഹത്തായ സന്ദേശത്തെ നൽകിയത് മുതൽ അത് ഉൾക്കൊള്ളുന്നവരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും അത് പ്രബോധനം ചെയ്യുന്നവരെയും ഒക്കെ കൊല്ലുകയും അതുപോലെ തന്നെ പരിക്കേൽപ്പിക്കുകയും വഴിയിൽ മുള്ളിടുകയും കുടൽമാല ചാർത്തുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായ ചരിത്രത്തിൻ്റെ പാഠങ്ങളിലൂടെയും അതിൻ്റെ വഴികളിലൂടെയും ഒക്കെ സഞ്ചരിച്ച ആളുകളാവുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് ഒരു പരീക്ഷണം ഇല്ല എങ്കിൽ നമ്മളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ്. നമുക്കൊരു പ്രയാസമല്ല, മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധികളൊന്നുമില്ല. സുഖസുന്ദരായി നേരം വെളുക്കുന്നു, സുഖസുന്ദരമായി വൈകുന്നേരമാകുന്നു. വിശ്വാസി എന്ന തരത്തിൽ ഒന്നുമില്ല, നിസ്കരിക്കുക, അവനാൻ്റെ ഇബാദത്ത് ചെയ്യുക, കടന്നുറങ്ങുക, വേറൊന്നും. അങ്ങനെ ആയിപ്പോയാൽ നമ്മളുടെ വിശ്വാസത്തെ അള്ളാഹുവിനെ മാറ്റുരക്കാൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് മനസ്സിലാകത്തക്ക രൂപത്തിലുള്ള ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷീണിതർ എന്ന് പറഞ്ഞാൽ പരീക്ഷണം കൊണ്ട് ക്ഷീണിച്ചു പോയവർ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവര് പറയാ, പ്രവാചകരെ, ഞങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങളൊക്കെ കണ്ടില്ലേ, വീടും ഒക്കെ വിട്ടേച്ച് പോരേണ്ടി വന്നു, ഞങ്ങളെ സമ്പത്തൊക്കെ ഒഴിവാക്കി, ഞങ്ങൾക്ക് ആരും ഞങ്ങളെ സ്നേഹിക്കാനില്ല, ഞങ്ങൾ ഉറ്റവരില്ല, ഉടയവരില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഏറ്റവും കൂടുതൽ പരീക്ഷണ വിധേയരായവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. പിന്നെ ആരാണ്? പിന്നെ അതുപോലെയുള്ളവർ. അപ്പോ അള്ളാഹു തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഇഷ്ടം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷണ വിധേയരാകുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോൾ അനമിനൽ മുസ്ലിമീൻ എന്ന് ആരാണ് പറയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആധുനികതയിൽ ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ തന്നെ വിശ്വാസികൾ തന്നെ മടുത്തു പോകുന്ന ഒരു കാലം എത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതൊന്നും നമ്മൾ കേൾക്കാത്തതല്ല. അവസാന കാലം ഈ ഇസ്ലാം മദീനയിലേക്ക് തന്നെ ഉറവാകളായി അവസാനം മദീനത്തിലേക്ക് അപരിചിതത്വത്തിലേക്ക് ഒതുങ്ങുമെന്നാണ്. പുതുതായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ചിട്ടകളും ചട്ടങ്ങളും കൊണ്ടു നടക്കാനൊന്നും ആളുകൾക്ക് മടി, അല്ലെങ്കിൽ എന്താണ് അതിനോടൊരു ആലസ്യം ഒക്കെ വന്ന് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മരിച്ച കബർക്കങ്ങ് വെച്ച് കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന, കേട്ടാ വിചാരിക്കുക കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ചതാണ് നമുക്കൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ നമ്മൾ എത്രയോ വഴികളിലൂടെ ഇനിയും സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചാരപാതകളിലൂടെയുള്ള ത്യാഗങ്ങളെയൊക്കെ നമ്മൾ അറിഞ്ഞാൽ, നമ്മൾ വായിച്ചാൽ, പഠിച്ചാൽ നമ്മളൊക്കെ അതിൻ്റെ ചിലപ്പോൾ 1%, 2% ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളുടെ പൂർവ്വകാലത്തുള്ള ആളുകൾ തന്നെ ഈ നമ്മുടെ കണ്ണൂരിലും കോഴിക്കോടും മലപ്പുറത്തും തിരൂരിലും അതുപോലെ തന്നെ എറണാകുളത്തും പിന്നെ ആലപ്പുഴയിലും ഒക്കെ കഷ്ടപ്പെട്ടത് നമ്മളുടെ ചരിത്ര പാഠങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രബോധനം ചെയ്യുമ്പോൾ അതിലുപരിയായ ടെൻഷനും വിഷമങ്ങളും ഒരു ഭാഗത്ത് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അമിതമായ ഒരു ആത്മവിശ്വാസത്തിന്റെ ലോകമാണ്. ഏതാണ് ഈ അമിതമായ ആത്മവിശ്വാസം? ഈ ലോകത്തെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന ലോകം അതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ ലോകമുള്ളൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ആ പറഞ്ഞ ആളുകളുടെ കുടുംബത്തിൽ നിന്ന് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്, പരലോകത്തേക്ക് പോയിട്ട് 10 കൊല്ലമായവരുണ്ട്. അതേപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് പരലോകത്തേക്കുള്ള ഇഹലോകത്തേക്കുള്ള മത്സരത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കണ ആളുകൾ പൈപ്പും കുഴലും ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹുബ്ബുദ്ദുനിയാ റഅ്സു കുല്ല ഖതീഅ, ദുനിയാവിനോടുള്ള അമിതമായ ആത്മവിശ്വാസം, അമിതമായ സ്നേഹം, ദുനിയാവ് തന്നെയാണ്, ദുനിയാവാണ്, ദുനിയാവാണ്, അവിടുത്തെ തീറ്റ, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ഉറക്കം, അവിടുത്തെ സൗധങ്ങൾ, അവിടുത്തെ സൗകര്യങ്ങള്, അവിടുത്തെ എല്ലാം, അങ്ങനെ വിചാരിക്കുന്നവൻ എല്ലാ തിന്മകളിലേക്കും അവൻ എത്തി നോക്കുമെന്നാണ്. വ്യഭിചാരത്തിലേക്കെത്തും, അതിന് സാധ്യമാകാത്ത വിധം കൊലപാതകങ്ങളിലേക്കെത്തും, വ്യഭിചരിച്ചതിന് ശേഷം കൊല്ലുന്നവരുണ്ട്. അങ്ങനെ ഏതൊക്കെ തിന്മകൾ ഈ ദുനിയാവിലുണ്ടോ ആ തിന്മകളോടൊക്കെ മെല്ലെ ഒന്ന് നുള്ളി നോക്കാനും തൊട്ടു നോക്കാനും അതിനെ ഒന്ന് സ്പർശിക്കുവാനും മനുഷ്യൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. പിന്നെ നമ്മളെ പഠിപ്പിച്ചു ദാലിക ബിഅന്നഹും ഇസ്തഹബ്ബു അൽ ഹയാത്തുദ് ദുനിയ അലൽ ആഖിറ വഅന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അല്ലാഹ് നിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് നിഷേധികളുടെ ഒരു ക്വാളിറ്റി പറഞ്ഞത്? അവരെ ദുനിയാവിനെ അങ്ങേയറ്റം അവരിഷ്ടപ്പെടും. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഖിറത്തിന് അവർക്കൊരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ നമ്മൾ അങ്ങനെയാണ് എന്നല്ല. ആധുനികത എന്ന് പറയുന്നത് ഇത് ലോകമുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. നമ്മൾ ഏതോ കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ട്രെയിൻ കാത്തിരിക്കുകയാണ് അവര്. അപ്പൊ ആ ഇരിക്കുന്ന സമയം നമ്മൾ തൊട്ട് ബാക്കിലാവുമ്പോൾ അവര് സംസാരിക്കണമൊക്കെ നമുക്ക് സ്വാഭാവികമായി കേൾക്കും, നമ്മൾ ശ്രദ്ധിക്കല്ല. പക്ഷെ എങ്കിലും എന്താണ് അവരുടെ സംസാരം? നമ്മൾ കൗമാരക്കാരെയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നോക്കുമ്പോ ഈ കുട്ടിയോട് പറയാണ്, മോളെ നീ എൻ്റെ കൂടെ ജീവിച്ചോ എന്നാണ്. അവര് പഠിക്കണ കാലാണ്, അപ്പോഴേക്ക് ജീവിതമൊക്കെ തീരുമാനിക്കുകയാണ്. നീ എൻ്റെ കൂടെ ജീവിച്ചോ. അപ്പൊ ആ കുട്ടി പറയാണ്, നിങ്ങളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ ഇഷ്ടവും അതോടൊപ്പം തന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് എൻ്റെ ജീവിതത്തിനൊരു അംഗീകാരം കിട്ടുള്ളൂ, സ്വർഗം കിട്ടുള്ളൂ. അപ്പോ ആ സഹോദരൻ പറയാണ്, അങ്ങനെയൊന്നുമില്ല, സ്വർഗം അതൊന്നുമില്ല, ആകെ ഇതേ ഉള്ളൂ, ഈ ലോകേ ഉള്ളൂ, ഇനി ഇതിന്റെ അപ്പുറം വേറൊന്നും വരാനൊന്നുമില്ല. എന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു? അപ്പൊ ആ കുട്ടി പറയാണ്, ഞാനിങ്ങനെ മദ്രസയിലൊക്കെ പഠിച്ച സമയത്ത് അവിടുന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ ആയത്തും ഹദീസും ഒക്കെ ഓതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ വെറുതെ പറയാടി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് എന്നുള്ള ഒരു നിരീശ്വരവാദിന്റെ പ്രസംഗം കേൾപ്പിക്കുകയാണ് ഈ കുട്ടിക്ക്. അപ്പോ എന്താണ് ഉദ്ദേശം എന്നറിയോ? ഓനൊരു ദിവസത്തിന് ഓളെ ആ ട്രെയിനിലൊന്ന് കിട്ടണം. അതിന് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ദൈവമല്ല, പടച്ചോല്ല, പരലോകല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ പോലെ സുഖങ്ങൾ നടക്കും. അതാണ് ആധുനികതയിൽ ഇതൊക്കെ കടന്നു വരും. എന്തിനാണ് ഇസ്ലാമിനെ ഇങ്ങനെ എല്ലാവരും കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ധാർമ്മികതയും ധാർമ്മിക ബോധവും കുഞ്ഞു മക്കൾ മുതൽ വലിയവർ വരെ നൽകുന്ന ഒരു കൃത്യമായ ഒരു ഡാറ്റ നമുക്കതിൽ നിന്ന് എവിടെ നിന്ന് ലോകത്ത് എവിടെ പോയാലും കിട്ടും. അപ്പൊ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ ഉള്ളൂ മദ്യവും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ തന്നെ മദിരാശിയും ഒക്കെ വ്യാപകമായി കിട്ടുക. ഇതിനെ നശിപ്പിച്ചാലേ ഉള്ളൂ. അപ്പൊ ആ നശിപ്പിക്കുന്നതിന്റെ ഇരകൾ ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങുകയാണ്. ക്യാമ്പസുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ വലിയ ക്യാമ്പസുകൾ. ആ വലിയ വലിയ ക്യാമ്പസിലുള്ള കുട്ടികളൊക്കെ ചിലപ്പോ കുറച്ചൊക്കെ തല കൊണ്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. നമ്മുടെ നാടുകളിലെ ക്യാമ്പസുകളിലടക്കം ഇത്തരത്തിലുള്ള തിന്മകൾക്ക് കാരണമാകാൻ വേണ്ടി, സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ദൈവബോധമുള്ള, പടച്ചോനെ കുറിച്ച് ചിന്തിക്കുന്ന, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നവരെ പറഞ്ഞ് അവരുടെ തലച്ചോറിനെ മാറ്റാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്നത് രക്ഷിതാക്കളായ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അതൊരു വലിയ തത്വമായി വരണമെന്നില്ല. താൽക്കാലികമായ അവരുടെ അനക്കത്തിനും അവരുടെ ഇറക്കത്തിനും പോക്കിനും വരവിനും അവരുടെ സുഖ സൗകര്യങ്ങൾക്കുമൊക്കെ അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ടാകാം. അപ്പോൾ ഈ ദുനിയാവിനപ്പുറം നമ്മളുടെ ഒരു മരണവും, മരണം കഴിഞ്ഞാൽ ഒരു ജീവിതവും, ആ ജീവിതത്തിൽ നമുക്ക് സ്വർഗവും അതിന് ജീവിതത്തിൽ നമുക്ക് നരകവും ഒക്കെ ഉണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവുക. അല്ല എങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ഈ ജീവിതം എത്രത്തോളം ആണ് നമ്മൾ അവസാനം നമ്മൾ എഴുന്നേറ്റ കട്ടിലേക്ക് തന്നെ രണ്ടാമത് പോവുകയാണ് അല്ലെ? അന്ന് പല്ലില്ല, അവസാനം പിന്നെയും പല്ലില്ല. അന്ന് കാഷ്ടിച്ചത് ആ ബെഡ് തന്നെയാണ്, അവസാനം കാഷ്ടിക്കുന്നത് ആ ബെഡ് തന്നെയാണ്. അന്ന് മൂത്രിച്ചത് ഉമ്മാന്റെ ബെഡിൽ, ഉമ്മാന്റെ മടിത്തട്ടിലാണ്. അവസാന കാലത്ത് മൂത്രിക്കുന്നത് ചിലപ്പോൾ ഭാര്യന്റെ മടിത്തട്ടിലായിരിക്കാം. അപ്പോ അന്ന് കണ്ണിന് കാഴ്ച നമുക്ക് അത്ര ബുദ്ധിയില്ല, അവസാനം നമുക്ക് ബുദ്ധിയില്ല. മനുഷ്യൻ എന്ത് നേടി എന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്,
വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നമ്മൾ സത്യം കൊണ്ട് ഉപദേശിക്കുകയും സത്യം ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ദഅവ നടത്തുകയും ഒക്കെ ചെയ്ത് വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഖബറിലേക്ക് താഴേക്ക് പോകല്ല, നമ്മൾ വീണ്ടും 6 അടി മണ്ണിലേക്ക് പോകുന്നത് വീണ്ടും നമ്മൾ വിണ്ണിലേക്ക് പോകുന്നതിന് തുല്യമായിട്ടാണ്. കാരണം നമ്മുടെ ആത്മാവിനെ അള്ളാഹു മലക്കുകളെ കൊണ്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ വിശ്വാസപരമായി നമ്മൾ ഈ ലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഈമാൻ കാര്യത്തിൽ ഒന്ന് ആഖിറത്തിൽ നമ്മൾ വിശ്വസിക്കുക, ഖിയാമത്തിൽ വിശ്വസിക്കുക. 2 ത്യാഗജീവിതങ്ങളെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നു വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും സഹിച്ചൂടാ, ഒരു പ്രയാസവും സഹിച്ചൂടാ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു നല്ല AC ഹാളിലാണ് വന്നിരിക്കുന്നത് അല്ലെ, ചിലപ്പോ നമുക്ക് അങ്ങാടിയിലേക്കാണ് ഒരു അത് നടക്കണേ. അപ്പൊ നമ്മളവിടെ പോയിരിക്കും. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും കടപ്പുറത്തായിരുന്നു അല്ലെ, ആ മണലിലാണ് ഇരുന്നത്. അങ്ങനെ കാരണം നമുക്ക് മണലെങ്കിൽ ഉണ്ടല്ലോ, മാത്രമല്ല അത്ര ആള് വരാണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ആദർശത്തിനും ഈ പ്രസ്ഥാനത്തിനും അതേപോലെ ജുമാഅക്കും ജമാഅത്തിനും ഒക്കെ വളരെ വളരെ സാഹസപ്പെട്ടിട്ടായിരിക്കാം നമ്മൾ ഈ ദീനീ രംഗത്ത് നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിൽക്കാൻ അടുത്തൊരു തലമുറക്ക് ചിലപ്പോൾ എന്തില്ല, കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു 5% പോലും നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെടരുതേ. പക്ഷെ ഖുർആൻ പറയണമെങ്കിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ഈ പരിശുദ്ധ ഖുർആനിലെ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ആ നിർഭയത്വമായ ആ ഭൂമി, ആ രാജ്യം ഏതാണ്? മക്കയാണ്. മാത്രമല്ല വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടില് നീ ഇറങ്ങി വന്ന് ഇവിടെ ജീവിക്കേണ്ടുന്ന ഒരു നിയമമാണ്, ഒരു സാഹചര്യമാണ് ഇബ്രാഹിമേ നിനക്കുള്ളത്. വാലിദിൻ വമാ വലദ് എന്ന് പറഞ്ഞാൽ വാപ്പയും മകനും തന്നെയാണ് സത്യം. ഏതാണ് ആ വാപ്പ, ഏതാണ് ആ മകൻ? ആ വാപ്പയും മകനും വല്ലാതെ കഷ്ടപ്പെട്ടു, ഉമ്മയും വല്ലാതെ ബുദ്ധിമുട്ടി. നമ്മളെ ജീവിതത്തിലെ ത്യാഗങ്ങൾ ഉണ്ടാകണം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം, പ്രയാസങ്ങൾ ഉണ്ടാകണം. അതൊന്നുമില്ലാതെ സുഖാസ്വാദനത്തിന്റെ ലോകത്തേക്ക് കടന്നു പോകാം എന്ന് പറയുന്നു. ഇപ്പൊ അടുത്ത ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട്, ആ പാട്ട് നമ്മൾ മുഴുവൻ പാട്ടൊന്നും കേൾക്കൂല യാത്രയില്ലേ, ആ കേൾക്കണ കൂട്ടത്തില് മാന്യ മഹാജനങ്ങളെ എന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്തൊക്കെയോ സ്പീഡ് പറയുന്നുണ്ട്. പക്ഷെ പണിക്ക് പോണ്ട, ജോലിക്ക് പോണ്ട, നമ്മൾ അടിച്ചു പൊളിച്ചേണ്ട കാലാണ്, ഇങ്ങനെ ഡ്യൂട്ടി ഉത്തരവാദിത്വം ഏൽക്കണ്ട, ആരും നോക്കേണ്ട ബാധ്യത ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വേർഡുകൾ അതിലുണ്ട് തോന്നി. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു, മാന്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞ ആ പാട്ടിന്റെ വരിയൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ അത് കേൾക്കണോ ഒരു പണിക്കും പോവില്ല, അത് കേൾക്കണോ ഒരു വാപ്പാനി നോക്കൂല. കാരണം ഓൻ ആകെ കുളു മണാലി ടൂറ് പോയി ഉള്ള പൈസ അടിച്ചു പൊളിക്കണം എന്ന് മാത്രമേ അവനെ ഇന്ന് കിട്ടുള്ളൂ. വേറെ ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി പടച്ചോ ഇത്ര സുന്ദരമായ ബുദ്ധിയുള്ള അന്തള്ള ഒരു മനുഷ്യനെ അള്ളാഹു ഈ ലോകത്തേക്ക് അയക്കണോ? അതിന്റെ ഉദ്ദേശം എന്താണ്? അത് പൂർത്തീകരിക്കുക എന്നാണ്. എന്നിട്ട് പറയാ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് പ്രയാസം സഹിക്കാവുന്ന. ആടിന്റെ കുട്ടി 2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും, ആനക്കുട്ടി 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും, പശുവിന്റെ കുട്ടി എഴുന്നേറ്റ് നടക്കും, കുരങ്ങന്റെ കുട്ടി എഴുന്നേറ്റ് നടക്കും, പൂച്ചന്റെ കുട്ടി 6 ദിവസം കൊണ്ട് എഴുന്നേറ്റ് നടക്കും, നായന്റെ കുട്ടി 6 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കും. ഫി കബദ്, മനുഷ്യൻ 8-9 മാസം കഴിഞ്ഞാലേ ഓ എഴുന്നേറ്റ് നടക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? തീയിൽ മുളച്ചത് വെയിലത്ത് വാടാതെക്കാൻ പടച്ചോ ഉമ്മാന്റെ അടുത്തും ബാപ്പാന്റെ അടുത്തും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാനും അവരുടെ പ്രകൃതവും അവരുടെ സംസ്കാരവും സ്വഭാവവും ഒക്കെ കിട്ടാനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് പകർന്നു കൊടുക്കുന്ന എന്താണ്? ഇസ്ലാമിന്റെ സംസ്കാരമാണ്. പക്ഷെ പലപ്പോഴും ഇസ്ലാമിന്റെ സംസ്കാരം നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്, ഓല് ബുദ്ധിമുട്ടുവോ. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഇതൊക്കെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കടലാസുകളൊക്കെ. അപ്പോ ഒരാള് പറഞ്ഞു, ഇങ്ങനെ നമ്മളെ മക്കളൊക്കെ ഈ കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടാവൂലേ, വലിയ പ്രയാസമാവൂല്ലേ, ഇതൊക്കെ ഇനി നിലവിൽ വന്ന് വലിയ പ്രയാസത്തിലായിരിക്കും ജീവിക്കണം. അപ്പോ അടുത്തിരിക്കണ വേറൊരാള്, മോനെ എൻ്റെ കാര്യം നോക്കിക്കോ, മക്കളെ കാര്യം ഒന്നും ബേജാറ, ഓൽക്ക് ഒരു ബുദ്ധിമുട്ടും ഈ രാജ്യത്ത് ഉണ്ടാവില്ല. തട്ടണ്ടാന്നാ തട്ടണ്ട, പള്ളിക്കോണ്ടാ പള്ളിക്കോണ്ട, നിക്കരിക്കണ്ടെന്ന് നിക്കരിക്കണ്ട. അതൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ വേണം എന്ന് തോന്നുന്ന ഒരു തലമുറ കഴിഞ്ഞു പോകുന്നുവോ, അതിന്റെ കുറ്റമാർക്കാണ്? അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നമുക്കാണ് അതിന്റെ കുറവ് വരുന്നത്. അതുകൊണ്ട് അടുത്ത തലമുറക്ക് നമ്മൾ ത്യാഗജീവിതം സമർപ്പിക്കണം എന്ന്, കൊടുക്കണമെന്ന്. അവർക്ക് എങ്ങനെയാണോ ദീനിന്റെ കാര്യങ്ങൾ, ഇപ്പോ നമ്മുടെ നാട്ടിൽ, നിങ്ങളെ കണ്ണൂർ എങ്ങനെയാണെന്ന് അറിയില്ല, മലപ്പുറം ജില്ലയിൽ ഒരാൺകുട്ടിയും 2 പെൺകുട്ടികളും ഉള്ള വീട്ടിൽ പുതിയാപ്പള പെണ്ണന്വേഷിച്ചാൽ അവന് പെണ്ണ് കിട്ടൂല.
അവന് പെണ്ണ് കിട്ടൂല. എന്തുകൊണ്ടാണ് അവന് പെണ്ണ് കിട്ടാത്തത്? അവൻ പെണ്ണന്വേഷിച്ച് ചെന്ന് വീട്ടിലൊക്കെ ഏകദേശം കണ്ടു ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉമ്മയും മോളും വിളിച്ചു പറയും, അങ്ങോട്ട് കെട്ടിക്കണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണ് അങ്ങോട്ട് കെട്ടിച്ചാൽ? അവിടെ പോയാൽ പുതിയാപ്പണ്ട വാപ്പാനി നോക്കണം, ഉമ്മാനി നോക്കണം. അതിനാവൂല. ഞങ്ങൾ ഒറ്റക്കായിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഫ്ലാറ്റിൽ കഴിഞ്ഞൂടെ, വാപ്പാനി ഉമ്മാനി ഒന്നും ആ കുട്ടിയെ ജനിപ്പിച്ച, ആ കുട്ടിക്ക് ജന്മം നൽകിയ ഉമ്മാനെ വരെ, അവരുടെ ഭർത്താവിൻ്റെത് പോട്ടെ, അവരത് വരെ ഉൾക്കൊള്ളാൻ കുട്ടി തയ്യാറാണില്ല എന്ന് മാത്രമല്ല, ഉമ്മമാര് പോലും തയ്യാറാണില്ല. അപ്പോ നമ്മളെന്ത് ചെയ്യാം? നമ്മൾ ഒളിച്ചോട്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. എന്നാൽ ഈ അവസാനം ഇങ്ങനെ ഒളിച്ചോടിയ കുറെ ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? ഇതൊക്കെ ഒഴിവാക്കി പള്ളിക്ക് പോകാതെ, ദീനിന് പോകാതെ, ഒരു കാര്യത്തിനും ഒരു 5 പൈസ ചെലവാക്കാതെ, ബാപ്പാനെ നോക്കാതെ, ഉമ്മാനെ നോക്കാതെ നടക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യണത് കാണില്ലേ? ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള അനുഭൂതി, ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുക, അതെല്ലാവർക്കും അറിയാം. അപ്പോ ഇസ്ലാം നമ്മൾ ഒരാളും എന്നെ കാണില്ല, പടച്ചോൻ എന്നെ കാണുന്നില്ല, എന്നെ ഇതൊന്നും അറിയാതെയാണ് സൃഷ്ടിച്ചത്, ഇങ്ങനെ അറിയാതെ ഇങ്ങനെ പറന്നു പോയതാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നത്. നമ്മൾ ത്യാഗോജ്വലമായ ജീവിതത്തിന് തയ്യാറാകണം, ത്യാഗം സഹിക്കണം, കഷ്ടപ്പെടണം. നമ്മുടെ മക്കൾക്കും, ഇന്ന് നമ്മുടെ മക്കൾക്ക് പോലും ഈ പണത്തിന്റെ വിലയൊന്നും അറിയില്ല. എന്താണോ കിട്ടണം അത് ഒന്നിച്ച് തിന്ന് കഴിക്കും അവര്, അല്ലെ? ഞാൻ എൻ്റെ സ്കൂളിലെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, മക്കളെ, ബാപ്പാര് ഞങ്ങളും മക്കൾ നിങ്ങളും ആയതുകൊണ്ട് ചിലപ്പോൾ പിടിച്ചൊന്ന് വരും ഒരു 5-6 കൊല്ലമൊക്കെ. ഇനി നിങ്ങൾ വാപ്പിയും നിങ്ങളെ മക്കളും ആവുമ്പോൾ എവിടെ വെച്ചാണ് ഇത് എത്തുക എന്നറിയില്ല. കാരണം ആർക്കും എന്താണ് ഒരുമിച്ച് വെക്കേണ്ടതോ, അല്ലെങ്കിൽ ചെലവ് ചുരുക്കേണ്ടതോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നതിന്, ഞാൻ അധ്വാനിച്ച് കിട്ടുന്നതിന് കുറച്ച് ഞാൻ സേവ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല, ചിന്തല്ല. അന്നാന്ന് കഴിഞ്ഞാൽ അന്നാന്ന് കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഇസ്ലാം ഒരു പ്ലാനിങ് കൃത്യമായി ജീവിതത്തിന് ദർശനം തന്നിട്ടുണ്ട്. ജീവിത ദർശനം ഒന്നുമില്ല. നേരം വെളുക്കുന്നു വൈകുന്നേരം ആകുന്നു, നേരം വെളുക്കുന്നു വൈകുന്നേരം ആകുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഈ ഹാളിൽ ഇരിക്കണം, ഇത് വൈകുന്നേരമാണ് നമ്മൾ വന്നിരുന്നതെന്ന് അറിയാം. വിദേശത്ത് പോയ ഒരു സഹോദരനെ കണ്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ വിശേഷമൊക്കെ? സുഖം തന്നെയാണ് മോനെ, രാവ് ഏതാണെന്ന് അറിയില്ല, പകലേതാണെന്ന് അറിയില്ല, പടിഞ്ഞാറ് ഏതാന്ന് ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല, കാരണം അവിടെ കിബില കിഴക്കോട്ടാണ്, അപ്പൊ അതും അറിയില്ല. തിങ്കളേതാ അറിയില്ല, ചൊവ്വ ഏതാന്ന് അറിയില്ല. പക്ഷെ അയാൾ അതറിയും, ഡ്യൂട്ടിക്ക് ചേർന്നാൽ അത് കൃത്യമായി അറിയും. ഡ്യൂട്ടിക്ക് ചേരാതെ അദ്ദേഹം ഒരു റൂമിൽ, എളാപ്പാന്റെ അമ്മാവന്റെ റൂമിൽ വിശ്രമിക്കുമ്പോഴൊന്നും അറിയാത്തുള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായൊരു ഡ്യൂട്ടി ഈ ദുനിയാവിലുണ്ട്. രാവേതാ പകലേതാ. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ ബലികർമ്മം, വമഹിയായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാനിതാ സമർപ്പിക്കുന്നു. നമ്മളത് സമർപ്പണാണ്. നമ്മളെ ജീവിതം നമ്മക്ക് വേണ്ടിയല്ല നമ്മള്, കാരണം അള്ളാഹുവിന് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അപ്പൊ എന്റെ നിസ്കാരം അപ്പൊ നമ്മൾ നോക്കും, നിങ്ങൾ ഒന്നുണ്ടാക്കി നിസ്കരിക്കുന്നു, നമുക്ക് എന്തോ ഒരു സന്തോഷമാണത്. ഒരു മുസ്ലിമായ ഒരു സാഹിത്യകാരന്റെ മകൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അപ്പൊ ആ മരണപ്പെട്ട ആളുടെ വീട്ടില് ഒരു ഹിന്ദുവായ ഒരു സാഹിത്യകാരൻ വന്നു. അങ്ങനെ സാഹിത്യകാരൻ വന്ന് ഈ ഉച്ചക്ക് മയ്യത്തെത്തുന്നേ ഉള്ളൂ മെഡിക്കൽ കോളേജിൽ നിന്ന്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. വാപ്പന അതിന്റെ മുമ്പ് തന്നെ വീട്ടിൽ പറഞ്ഞയച്ചതാ. അപ്പൊ ഈ വാപ്പ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ, പഴയ തറവാട് വീടാവുമ്പോൾ അതിലൊരു വിടവ് കാണും, വാതിലിങ്ങനെ തുറന്നുവെച്ചാൽ ഒരു വിടവ് കാണും. അപ്പൊ ഈ വിടവിന് നേരെയാണ് ഈ ഹിന്ദുവായ സാഹിത്യകാരൻ ഇരിക്കുന്നത്. ഇദ്ദേഹം നിസ്കരിക്കുന്നത് ഇങ്ങനെ നോക്കിങ്ങനെ എല്ലാം നോക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് ഇദ്ദേഹത്തെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാഷേ, ഇനി ഞാൻ പോവുകയാണ്. അതെന്തേ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ ഇനി എന്താ ആശ്വസിപ്പിക്കാന്? നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞെന്ന് നിങ്ങൾ ദൈവത്തോട് നിന്നു പറഞ്ഞു, പിന്നെ നിങ്ങൾ കുമ്പിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ വീണ്ടും നിന്ന് പറഞ്ഞു, വീണ്ടും നിങ്ങൾ മാഷേ നിങ്ങൾ കിടന്നു പറഞ്ഞു, വീണ്ടും നിങ്ങൾ ഇരുന്ന് പറഞ്ഞു, വീണ്ടും നിങ്ങൾ നിന്ന് പറഞ്ഞു, വീണ്ടും നിങ്ങൾ കുമ്പിട്ട് പറഞ്ഞു, വീണ്ടും നിങ്ങൾ കിടന്നു പറഞ്ഞു മാഷേ, വീണ്ടും നിങ്ങൾ ദീർഘമായി ഇരുന്ന് പറഞ്ഞു മാഷേ, പിന്നീട് വീണ്ടും മാഷേ നിങ്ങൾ നിന്നു, മാഷേ നിങ്ങൾ വീണ്ടും കുമ്പിട്ട് പറഞ്ഞു, വീണ്ടും നിങ്ങൾ കടന്നു പറഞ്ഞു, വീണ്ടും നിങ്ങൾ നിന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ല, ഞങ്ങൾക്ക് തൊട്ട് പറയാനുള്ള അവസരമല്ല, നിങ്ങൾക്ക് എന്തൊരു സൗഭാഗ്യമാണ്. അപ്പൊ അദ്ദേഹം പറയാം, ഞാൻ ഇത്രയും കാലം 49 കൊല്ലം ഞാൻ നിസ്കരിച്ചത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നമ്മളുടെ ആ ഒരു മാനസികമായി നമ്മൾ പറയുന്നത്, അള്ളാഹുവിനോടുള്ള അടുപ്പം, നമ്മൾ കുമ്പിടുന്നത്, നമ്മൾ സുജൂദ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന സ്വലാത്തി വനുസുക്കി,
നമ്മൾ എന്തൊക്കെയാണോ ജീവത്യാഗങ്ങൾ ചെയ്യും, നമ്മൾ സാമ്പത്തികമായി അള്ളാഹുവിന് നേർച്ചയാക്കും, ബലിമൃഗത്തെ കൊടുക്കാറുണ്ട്, അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ സമയത്തെ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ഓടാറുണ്ട്. നമ്മളെ കുട്ടിയൊക്കെ നമ്മളെ ഭാര്യക്കോ അല്ല, നമ്മളെ വാപ്പാക്കല്ലോ, വേറെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ചിലപ്പോൾ വണ്ടി ഓടാറുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നത് റബ്ബേ നിന്നെ വിചാരിച്ചിട്ടാണ്. വമഹയ എൻ്റെ ജീവിതം, വമമാത്തി എൻ്റെ മരണം. മരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പള്ളിയിലെ ഒരു ഉസ്താദ്, വണ്ടൂർക്കാരനാണ്, അദ്ദേഹം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഒരുക്കി ബാഗിലാക്കി പോന്ന് കാസർഗോഡ് എത്തി. രാത്രി ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ രാത്രി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പറയിട്ടോ എന്ന് പറഞ്ഞു. ആ പറയൂട്ടോ എന്ന് പറഞ്ഞിട്ട് കാണാതെ വന്നപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ ചെരിഞ്ഞു കിടക്കുകയാണ്. 54 വയസ്സ് പ്രായമാണ്. ഒരു 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 ജോലിക്ക് വേണ്ടി വരുന്ന വമമാത്തി, എന്റെ മരണം എവിടെ നിന്നാകാം, എപ്പോഴാകാം, ട്രെയിനിൽ നിന്നാകാം, ബസ് നിന്നാ, കിടക്കണ സൈലന്റ് അറ്റാക്ക് വന്നാൽ നമ്മളെ ഭാര്യ പോലും അറിയില്ല. ആ സമയം വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ പൂർണ്ണമായ ഒരു ലക്ഷ്യത്തോടു കൂടി, പൂർണ്ണമായ ഒരു സംസ്കാരത്തോടു കൂടി, പൂർണ്ണമായ ഒരു ചര്യയോടുകൂടെ നമുക്ക് 50 കൊല്ലമാണെങ്കിൽ 60 കൊല്ലമാണെങ്കിൽ 70 കൊല്ലമാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് എനിക്ക് ആരും പറഞ്ഞു തരാണ്ടാത്ത വിധം ഒരു വാക്ക് പറഞ്ഞു തരും. ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. നീ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറയുക. നീ എന്ത് ചെയ്യുക? നീ പൂർണ്ണമായി അതിൽ സ്ഥിര അംഗത്വമുള്ളവനായി മാറുക. ചാഞ്ചാട്ട ഹൃദയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇന്ന് ചിലപ്പോ ഒരാഴ്ച ദീനുണ്ടാവും, പിന്നെ ദീനുണ്ടാവില്ല, ഒരാഴ്ച ദീനുണ്ടാവും, പിന്നെ ദീനുണ്ടാവില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് നമ്മളെ MSM കൂടെ വന്ന്, ISM കൂടി വന്ന്, KNM കൂടി വന്ന്, പിന്നെ MGM-ലൂടെ MGM സഹോദരിമാരെ MGM. അപ്പൊ ആളുകളൊക്കെ ചോദിക്കൂ, എന്താ ഇതിനാപ്പത് സംഘടനയൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പത്തെ കാലത്ത് ആരും നമ്മളെ സംഘടനയ്ക്ക് ചേർക്കൊന്നുമില്ല. ഈ KNM-ക്ക് ചേരണോ, ISM-ക്ക് ചേരണോ, MSM ചേരണോ, MGM ചേർന്നില്ലേ എന്നൊന്നും ചോദിക്കൂല. കാരണം എന്താ അറിയോ, ഇപ്പൊ വോട്ട് ആരെങ്കിലും ചേർക്കാൻ വേണ്ടി നമ്മളെ പുരയെ കൂടി വരലുണ്ടോ? നിങ്ങൾ വോട്ട് ചേർക്കണില്ലേ, നിങ്ങൾ വോട്ട് ചേരുന്നില്ലേ, നിങ്ങളെ കുട്ടിക്ക് വോട്ട് ഉണ്ടാക്കണില്ലേ എന്ന് ആരോ വന്ന് പറയലുണ്ടോ? ഇല്ല. എന്താ കാരണം? ഓരെന്താ പറയാരോ, നിങ്ങൾക്ക് വോട്ട് വേണോ, പൗരത്വമാണോ, നിങ്ങൾ ചേർത്തോളി, ഞങ്ങൾക്ക് എന്താ. അതേമാതിരി തന്നെ ഇനി ദീനും വരിക. അവനവന് വേണം, അവനവന്റെ മക്കൾക്ക്, അവനവന്റെ ആദർശമുള്ളവർക്ക് നമ്മൾ ഈ റൂട്ടിലൂടെ പോണോ, നമ്മൾ തന്നെ കണ്ടെത്തി, നമ്മൾ തന്നെ അന്വേഷിച്ച് ആ പാതയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവൻ മുഅ്മിനാണ്, മുസ്ലിമാണ്, മുഹ്സിനാണ്, മുഖ്ലിസാണ്, ഖാനിത്താണ്. ഖുർആൻ പറഞ്ഞ ഒരായത്തിന്റെ ഭാഗത്തുനിന്ന് എടുത്ത 5 പദങ്ങളാട്ടോ അത്. മുഅ്മിൻ വിശ്വാസി, മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി കീഴ്പ്പെടുക, മുഹ്സിൻ കുറേ നല്ലത് ചെയ്യുക, കുറേ നല്ല കാര്യങ്ങൾ, നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കല്ല, കുറേ നല്ല കാര്യം. മുഖ്ലിസ് നിഷ്കളങ്കമായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു അമല് അത് സത്യസന്ധമാണ് മാത്രമല്ല, അത് ഇഖ്ലാസോടുകൂടെ പൂർണ്ണമായി എൻ്റെ പുണ്യം. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഖ് നോക്കിയാൽ കാണാം, ഒരു ദിവസം ഒരു 100 ആയത്തെങ്കിലും ശരാശരി ഓതുന്ന ഒരാള് ഖാനിത്ത്, അങ്ങേയറ്റത്തെ ഭക്തൻ എന്ന രൂപത്തിലാണ് അറിയപ്പെടുക. അപ്പോൾ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ കേട്ട് നടക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ അമലുകൾ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിയർ ആക്കണം. നമ്മളുടെ ലോകം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രതിസന്ധി, ഇച്ഛയെ പിൻപറ്റുക എന്നാണ്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്. ഞാൻ എന്താണോ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ പ്രവർത്തനം, ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ കിടക്കുന്നത്, ഞാൻ തിന്നുന്നത്, ആ എന്തിനാ നിങ്ങൾ നോക്കണേ? അതൊക്കെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഞാൻ എനിക്കിഷ്ടമുള്ളത് പോലെ ജീവിക്കും. അതിന് തോന്നിവാസം എന്നൊരർത്ഥത്തിൽ ചിലപ്പോൾ തോന്നിയതുപോലെ ജീവിക്കുന്നതിനെ പറയാം. അപ്പൊ അതൊന്നും ചിലപ്പോൾ ആരോട് നമ്മളൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ഓർക്കുക, അവൻ നമ്മളെ സൃഷ്ടിച്ചവനാണ്. സുമ്മ യുമീത്തുക്കും, പിന്നെ മരിപ്പിക്കുന്നവനാണ്. സുമ്മ യുഹീക്കും, പിന്നെ ജീവിപ്പിക്കുന്നവനാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, അവങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. മരണം സംഭവിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മരിക്കും. എല്ലാവരും ഇന്ന് ഒഴിവാവില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞാൽ ആ മരിപ്പിക്കുന്നവൻ ആരാണ്? ഒരു പ്രൊഫസറും ഒരു പ്രൊഫസർത്തി. ദീനിയായ കാര്യങ്ങളിലൊന്നും വലിയ ചിട്ടയ ആവശ്യമൊന്നും അവരുടെ ജീവിതകാലത്ത് അവർക്കില്ലായിരുന്നു. UGC സ്കെയിലായിരുന്നു. അങ്ങനെ യാദൃച്ഛികമായി ഒരു പള്ളിയിൽ നിന്ന് 2 ആൾ റിട്ടയർമെന്റിന് ശേഷം ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ യാദൃച്ഛികമായി ചോദിച്ചു, സാർ നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? പള്ളിയിലെത്തിയെന്നല്ല, ഈ നാട്ടിലെത്തിയത്. അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്നെ എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, മുമ്പേ അറിയാം, പക്ഷേ നിങ്ങൾ ഈ വഴിക്കൊന്നുമില്ലാത്ത, പിന്നെ ഹിദായത്ത് പഠിച്ചവനല്ലേ തരിക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടിയായിരുന്നു. 2 ആൺകുട്ടികൾ ഗൾഫിൽ പോയി, പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ജീവിതം മുഴുവൻ. ആ പെൺകുട്ടിയാണ് ഞങ്ങളുടെ ജീവിതം.
അങ്ങനെ ഇരിക്കെ അവൾ ഒരു അപകടത്തിൽ മരിച്ചു. ഇത്രയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുത്തിയെ കൊണ്ടുപോയി ഞങ്ങളുടെ കണ്ണീര് ഇതാരാണ് കൊണ്ടുപോയത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾ കണ്ടെത്തി അത് കൊണ്ടു തന്നവനാണ് കൊണ്ടുപോയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ അവൻ ആരാണെന്ന് അന്വേഷിച്ചു. അവൻ റബ്ബാണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ ശിഷ്ടകാലം മുഴുവനും ആ റബ്ബിനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നാട്ടിലാവുമ്പോൾ ആരും ഞങ്ങളെ വിശ്വസിക്കൂല. കാരണം ഞങ്ങളെ ഗേറ്റ് ഒരു മതകാര്യത്തിനു വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ല, ദുന്യവ്യായ കാര്യത്തിനെ തുറക്കപ്പെടുള്ളൂ. അങ്ങനത്തെ ഒരു നാട്ടിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല. അതുകൊണ്ട് ഞങ്ങൾ പട്ടണത്തിലേക്ക് താമസം മാറ്റിയതാണ്. ഇനി ഞങ്ങളുടെ ശിഷ്ടകാലം എങ്ങനെയാ? കഴിഞ്ഞ വർഷം ഞങ്ങൾ ഹജ്ജിന് പോയി. അങ്ങനെ ഞങ്ങളുടെ കർമ്മങ്ങൾ നോക്കൂ നിങ്ങൾ, അപ്രതീക്ഷിതങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ജീവിതത്തിൽ നമുക്ക് വേണം എന്ന് തോന്നുന്നത് നമ്മളെ ആര് സൃഷ്ടിച്ചു, ആരാണ് നമ്മളെ എവിടേക്ക് അയച്ചത്, ആരാണ് കൊണ്ടുപോകുന്നത്, ആരാണ് മക്കളെ തന്നത്, ആരാണ് സമ്പത്ത് തന്നത്, ആരാണ് ആയുസ് തന്നത്, ആരാണ് ആരോഗ്യം തന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇപ്പൊ എന്താ പ്രത്യേകിച്ച് ഈ ദുനിയാവിൽ ആരോടാ കടപ്പാട് ഉണ്ടോ? പക്ഷേ നമുക്ക് ആര് തന്നു മാത്രമല്ല, അങ്ങനെ ഈ രണ്ടാമത്തത് ഈ ആഗ്രഹിച്ചതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും എന്ന് പറയുന്നതും പറയിപ്പിക്കുന്നതും എന്താണ്? ആഗ്രഹങ്ങളാണ്, മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കുന്ന് കിട്ടിയാൽ, സ്വർണത്തിന്റെ ഒരു കുന്ന് കിട്ടിയാൽ രണ്ടാമത്തെ ഒരു കുന്ന് നമ്മൾ ആഗ്രഹിക്കും, അപ്പൊ മൂന്നാമത്തെ ഒരു കുന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആർത്തിയുടേതാണല്ലോ പരിശുദ്ധ ഖുർആൻ. നമുക്ക് നമ്മളെപ്പോഴും കേൾക്കുന്ന എന്നുള്ള സൂറത്ത് ശരിക്ക് 4 കാലുള്ള കുതിരനെയാണല്ലോ അതിന് പഠിപ്പിക്കണേ. 4 കാലുള്ള കുതിരയെ, 4 കാലുള്ള കുതിര നല്ല നന്ദിയുള്ള ജീവിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് അവസാനം, ഇന്നൽ ഇൻസാനിൽ റബ്ബിഹി ലകനും, ഇരുകാലിയായ മൃഗമായ മനുഷ്യൻ നന്ദി കെട്ടവനാണ്. ഇവന്നഹു അലാ ദാലിക ലശഹീദ്, അവൻ അതിന് സാക്ഷിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവൻ എന്താണ്? പണത്തെ അമിതമായി ഇഷ്ടപ്പെടുന്ന, സമ്പത്തിനെ അമിതമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവൻ അവന്റെ ലക്ഷ്യം തെറ്റുന്നു എന്നാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ നമ്മളെ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നമ്മൾ എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് എപ്പോഴും, അല്ലെ? അപ്പൊ നമുക്ക് സമ്പത്ത് അൽഹംദുലില്ലാഹ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ അതിനു വേണ്ടി സ്വഹാബത്തിന്റെ ഒരു ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നിങ്ങള് എനിക്കും വേണ്ടി ദ്വാർക്കണം. ഞാനിപ്പോ അങ്ങനെ ഒരു കുറച്ച് ആടിനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആടിനെ വാങ്ങി ആ ആട് വിറ്റ് പിന്നെ റസൂലുള്ളാഹിനോട് ദ്വാർക്കണം എന്ന് പറഞ്ഞു. അതിന് തോട്ടം വാങ്ങി, പിന്നെ രണ്ടാമത്തെ തോട്ടം വാങ്ങി, പിന്നെ മൂന്നാം തോട്ടം വാങ്ങി. റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലുള്ളാഹി നിങ്ങൾ ദ്വാർക്കണം കേട്ടോ. പിന്നെ മൂപ്പരെ ളുഹറിന് കാണാതെയായി, പിന്നെ അസറിന് നിസ്കരിക്കാൻ കാണാതെയായി, പിന്നെ മഗ്‌രിബിന് കാണാതെ വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ സുബൈക്കും ഇല്ലാതെയായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ്? അല്ല റസൂലെ, അവിടെ ആ തോട്ടത്തിൽ പണിക്കൂലിയൊക്കെ കൊടുത്തു, പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് തളരുകയാണ്, പിന്നെ ക്ഷീണാണ്, പിന്നെ അങ്ങനെ എത്തായിട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെയൊക്കെ കേട്ടിരുന്നു. ഇവരെ തിരക്ക് കേട്ടു ചോദിച്ചു, അല്ല ഈ ദുനിയാവ് ഏതാല്ല? കാരണം പാച്ചില, ഒരു സമാധാനമല്ല, ഉറക്കില്ല, നിസ്കാരമല്ല, നിസ്കാരം ഉണ്ടാവും, ഉറക്കില്ല, ഭക്ഷണമല്ല, ഓട മോനെ, ഈ ലോകമല്ല, ആകെ ലോകമല്ല, പിന്നെ എന്തിനാ ഈ ജീവിക്കണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, റസൂലെ എനിക്ക് തിരിച്ചെന്നെ ദ്വാർന്നാ മതി എന്ന് പറഞ്ഞാല് ദുനിയാവ് വന്ന ആഹാരം മാത്രം. റസൂല പറഞ്ഞു, അങ്ങനെ ദ്വാർക്കണ്ട, അള്ളാഹു നിനക്ക് നിന്റെ മനസ്സ് ധന്യമാക്കി തരട്ടെ, ഉള്ളതുകൊണ്ട് സന്തോഷത്തിൽ ഉണ്ട് എന്ന് തോന്നുന്ന. അപ്പം സാമ്പത്തികമായാലും മറ്റാഗ്രഹങ്ങളായിരുന്നാലും ഒക്കെ നമുക്കെന്താണ്? ഈ ആലം ദുനിയാവിൽ നമുക്ക് കഴിഞ്ഞുകൂടാനുള്ളതും നമുക്ക് അതിനോടുള്ള ഒരു സ്നേഹവും, അത് കഴിഞ്ഞാൽ നമ്മളുടെ വഫാത്ത്, നമ്മളുടെ ഇപ്പൊ ഹജ്ജ് കഴിയാത്തവരാണെങ്കിൽ ആ ഹജ്ജിന് പോണം, അല്ലെ? അത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മക്കളെ വിവാഹമൊക്കെ നമുക്കൊരു സ്വപ്നക്കാരം, പക്ഷെ അതൊന്നും ഒരു മെയിൻ സ്വപ്നാക്കി കൊണ്ടു നടക്കാറില്ല. അതിന് പകരം എന്ത് ചെയ്യും? അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ്, ഡ്യൂട്ടികളാണ്. പക്ഷെ അതാണ് ഒന്ന് കൈ കൊടുത്തിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം. അല്ല, നമുക്ക് അതിനൊന്നും ചിലപ്പോൾ ഭാഗ്യം കിട്ടൂല. എത്രയോ കുട്ടികൾ കൈ കൊടുക്കാൻ ബാപ്പല്ലാതെ എളാപ്പാര് കൈ കൊടുക്കുന്നുണ്ട്. അവരൊക്കെ ലക്ഷ്യം പൂർത്തിയാക്കാതെ പോയി എന്നാണോ പറയുന്നത്? അല്ല,
പരലോകത്ത് നമ്മൾ ഇവിടെ ഒരു സൗകര്യം കിട്ടുമ്പോൾ അവിടെ നമുക്ക് കിട്ടുക എന്നതാണ്. അഞ്ചാമത്തേത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിവ് നേടുക എന്നത് നമ്മുടെ ഉമ്മത്തിന്റെ ഒരു ബാധ്യതയാണ്. പക്ഷെ ഒരു കാലത്ത് അറിവ് കുറഞ്ഞു പോയൊരു സമൂഹം ഇന്ന് അറിവിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ. പക്ഷെ പലപ്പോഴും തോന്നിപ്പോകുന്നു അറിവിന് പറഞ്ഞയച്ചത് ഒരബദ്ധമായോ എന്ന് ചില രക്ഷിതാക്കൾ ചിന്തിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. കാരണം നമുക്ക് ഇസ്ലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാനും പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇത് ദുന്യവിയായ വിദ്യാഭ്യാസമുണ്ട്, ഉഖ്റവിയായ വിദ്യാഭ്യാസമുണ്ട്. ദീനിയായ വിദ്യാഭ്യാസം എപ്പോഴും എത്തിച്ചേരേണ്ടത് ആഖിറവുമായുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ്. ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോ ഇവിടെ വന്നു. നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ അവര് ചിലപ്പോ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. കാരണം അവരുടെ സാഹചര്യങ്ങൾ. ഒരു നാട്ടിൽ ഒരു ഉസ്താദ് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനം തീർന്നോലോ, പടച്ച റബ്ബ് നിങ്ങളെ മഹല്ലിൽ സന്താന സൗഭാഗ്യം തരട്ടെ, എല്ലാവർക്കും മക്കളെ തരട്ടെ. അപ്പൊ കുറച്ചാളൊക്കെ ആമീൻ പറഞ്ഞു, കുറച്ചാളതിന് ആമീൻ പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പ്രസിഡന്റിന്റെ പേരേക്ക് ഭക്ഷണത്തിന് പോയപ്പോൾ ഉസ്താദിന്, അല്ല ഉസ്താദ് നിങ്ങളവിടെ ആരെങ്കിലും മക്കൾ ഉണ്ടാകാൻ വേണ്ടി ദ്വേർക്കാൻ പറഞ്ഞില്ലോ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ സദസ്സിൽ ഒരൊറ്റ കുട്ടികളെയും കാണാതെ ആയപ്പോ നിങ്ങളെ മഹലില് കുട്ടികൾ തന്നെ ഇല്ലാന്ന് എഴുതിയാണ് ഞാൻ ദ്വേർന്നാണ്. അപ്പോ ഇതിനെങ്ങനെ സ്കിപ്പാകാം? ഈ ഒരു ക്ലാസ് നടക്കുമ്പോൾ അതിലെങ്ങനെ വരാതിരിക്കാം? വാപ്പ പോകുമ്പോ വീട്ടിൽ ഉണ്ടാകാതിരിക്കാം, ഉമ്മ പോരുമ്പോ ഞങ്ങക്ക് ട്യൂഷൻ ഉണ്ട്, ഞങ്ങക്ക് വായിക്കാണ്ട് പഠിക്കാണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെ മാറാം? അത് അവർക്കറിയാം. അത് അതിവിദഗ്ധമായി അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട്. കോളേജ് ക്യാമ്പസിലേക്ക് അയക്കുമ്പോ പറയാം, മോളെ അവിടെ ഒരു ജുമ ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ടെങ്കിലും 20 മിനിറ്റ് വെള്ളിയാഴ്ചയുടെ ഉപദേശം കേൾക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ നിർബന്ധിച്ചേ പറ്റും. അല്ലാതെ അവർക്ക് എവിടുന്ന് കിട്ടും? അവര് ഭക്ഷണം കഴിക്കുന്ന നമ്മളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് സമയമില്ല. അവര് തിന്നല്ല നമ്മൾ തിന്ന. അഥവാ ഒരു സദ്യയിൽ എങ്ങനാണ്ട് നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളാകെ വഷളാവും. കാരണം ഭക്ഷണം കെട്ട് ആകെ കിളുമ്പി അവിടെ വേസ്റ്റ് ആക്കി ഇട്ട് കൈയൊന്നും തുറക്കാതെ ഒന്നും ക്ലിയർ ആക്കാതെ പോകുന്നത് കാണുമ്പോൾ നമ്മൾ ഒരു മൗലവിന്റെ മുമ്പിൽ വഷളായല്ലോ. മൗലവി അല്ല പഠിച്ചോ, നമ്മൾ ഇരുത്തി ആ ഭക്ഷണം കളയരുത്, വേസ്റ്റ് ആക്കരുത് എന്നൊന്നും അറിയാത്തത് എവിടെ നിന്നും അവര് മദ്രസയിൽ കഴിഞ്ഞിട്ട് പിന്നെ അത് കേൾക്കുന്നില്ല. അപ്പൊ കേൾക്കാനുള്ള സന്ദർഭമാണ് വെള്ളിയാഴ്ചയുടെ ഖുതുബ. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന MSMന്റെ CRE പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് സൺഡേയില്. അപ്പൊ അങ്ങനെയുള്ളതിലൊക്കെ നമ്മളൊക്കെ കേൾക്കാൻ കണ്ണൂരിൽ അവസരമുണ്ടായതുപോലെ നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ അവസരമുണ്ടാകണം. വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അധിക ജനങ്ങളും വിവരമുള്ളവരാണെന്ന് പറയുന്നു, പക്ഷേ അവരുടെ വിവരം ഭൗതികപരമായ വിദ്യാഭ്യാസം മാത്രമാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ പുറമേയുള്ള വിദ്യാഭ്യാസം അവർ നേടിയിട്ടുണ്ട്. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, അവർ അവരുടെ പാരത്രികമായ അറിവിനെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് പരാജയപ്പെട്ടോ എന്ന് തോന്നുന്നത്. അവസാന ഖിയാമത്തിന്റെ കാലമെത്തുമ്പോ അറിവിനെ ഉയർത്തും. അജ്ഞതയെ അള്ളാഹു ഇവിടെ ഇറക്കി വെക്കും. അതെങ്ങനെയാണ് സംഭവിക്കുക? ഒന്ന്, അറിവ് നേടാനുള്ള സൗകര്യങ്ങൾ കുറയും. 2, അറിവ് ദീനിയായ അറിവിനോട് നമുക്ക് താല്പര്യം കുറയും. ദീനിയായ അറിവിനോട് നമുക്ക് താല്പര്യം കുറയും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതെന്ത് ചെയ്യില്ല, ഉപയോഗപ്പെടുത്തൂല. അപ്പൊ അൽഹംദുലില്ലാ നമ്മളിപ്പോ നാട്ടിലൊരു നിക്കാഹ് നടക്കുകയാണെങ്കിൽ ആ നിക്കാഹ് നമ്മൾ പറയും 11 മണിക്കാണ്, അല്ലെ? 11 മണിക്കാണ്. അപ്പൊ എല്ലാവരും 11 മണിക്കെത്തും. ഒരു 20 മിനിറ്റ് നല്ലൊരു ഭാഷണം നമുക്ക് അവിടെ കേൾക്കാം. അപ്പൊ വരനും കേട്ടു, വധുവും കേട്ടു, നമ്മൾ അവിടെ പങ്കെടുത്ത നമ്മുടെ സദസ്സിലുള്ള എല്ലാവരും ഇത് കേട്ടു. വലിയ സന്തോഷമായി. പുറത്തിറങ്ങുന്ന ഹിന്ദുക്കളടക്കം പറയും നല്ലൊരു ഉപദേശം കിട്ടി. എന്നാല് നമ്മൾ 11 മണിക്ക് നിക്കാഹ് പറഞ്ഞിട്ട് 11:15 11:30 11:45 12 മണിക്ക് കയറി വന്നാൽ നമ്മൾ ആദ്യം ഖത്തീബിന് കൊടുക്കുന്ന കുറിപ്പ് പാചകക്കാരന് കുറിപ്പ് കൊടുക്കുവോ? നേരം വൈകി കൊണ്ട് ഒരു ചോറ് വിളമ്പിയാൽ മതി, മജ്ബൂസ് വിളമ്പണ്ട, നേരം വൈകിക്കണം, അതുകൊണ്ട് ഒന്ന് കൊടുക്കുവോ? ഇല്ല. ഉസ്താദിനൊരു കുറിപ്പ് കൊടുക്കും, ഉസ്താദെ നേരം വൈകി അയാള് 11 മണിക്ക് എത്തിക്കണം, ചുരുക്കണം എന്ന്. എന്നിട്ട് അവര് 2 മിനിറ്റ് 3 മിനിറ്റ് ഉപദേശം പോലും കൊടുക്കാൻ അന്നുകൂടി അവർക്ക് ആ ജീവിതത്തെ കുറിച്ച് കിട്ടുന്നില്ല. അപ്പൊ എന്താകും? നമ്മളവിടെ അശ്രദ്ധരാണ്. ദീനിയായ കാര്യങ്ങൾക്ക്
ഉപദേശം കൊടുക്കാനോ കിട്ടാനോ ഉള്ള സദസ്സുകളിൽ നിന്ന് ഇനി നമ്മൾ സ്കിപ്പായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനി നമുക്ക് ആർക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയൂല. എല്ലാവരും വിചാരിക്കണം എല്ലാവർക്കും കേൾക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്, അല്ല. ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ പോലും അറിവുണ്ടെന്ന് ധരിക്കുന്ന നമ്മൾക്ക് പോലും അതൊന്നും ചിലപ്പോൾ ഒരു ഓർമ്മയും കിട്ടണില്ല. അപ്പൊ എന്താണ്? ദുന്യവിയായ അറിവ് വർദ്ധിക്കുകയാണ്, ആഹാരപരമായ അറിവ് കുറവുകയാണ്. അത് ഏറ്റവും വലിയ അപകടകരമാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ആ അറിവിന്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം? നമ്മൾ ഒന്ന് വായനാശീലം, നമ്മളൊക്കെ വീട്ടില് ഒരു വായ്പ, നമ്മൾ മൊബൈല് അൽഹംദുലില്ലാ നല്ലൊരു സാധനമാണിത്. പക്ഷേ ഇത് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നിടത്ത് ഫാൾട്ട് വരുന്നത് കൊണ്ട് എല്ലാരും ഫാൾട്ടിലായി, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മളെ കുട്ടികളോട് നമ്മൾ പറയാണ്, എടാ മൊബൈൽ എടുത്ത് ഇങ്ങനെ തോണ്ടിയിരിക്കുക, ഉടനെ ഓലെന്താ പറയാ, തോണ്ടലില്ലേ? പിന്നെ നമുക്കൊന്നും പറയാനാവില്ല. എന്തിനേറെ പറയുന്നു, ഒരു 3 മക്കൾ ഒരു സ്കൂളിലെ, ആ സ്കൂളിൽ 2 കുട്ടികൾ കുറച്ച് വലിയ കുട്ടികളാ. അവര് ഇങ്ങനെ വളരെ ശരീരമൊക്കെ വൃത്തിഹീനമായി അവര് സ്കൂളിലേക്ക് വന്നപ്പോ ടീച്ചർ ചോദിച്ചു, എന്താണ് ബാപ്പയും ഉമ്മയും സെലിബ്രിറ്റികളല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ആകെ ഡ്രസ്സൊക്കെ ക്ലീൻ അല്ലാത്തൊക്കെ ഇട്ട് വന്നത് എന്ന് ചോദിച്ചോ. പറഞ്ഞു, കുട്ടികളെ ടീച്ചറെ ഞങ്ങളെ വാപ്പി ഉമ്മയൊക്കെ സെലിബ്രിറ്റികളാണ്. ഹലോ ഗുയിസ് എന്ന് നിങ്ങൾ കാണില്ലേ ചാനലില്? പക്ഷെ അങ്ങനെ പോയി മുന്നോട്ട് പോയി. വാപ്പാന്റെ വീട്ടിലും പോയി, ഉമ്മാന്റെ വീട്ടിലും പോയി. ഞങ്ങൾ ഉമ്മമാന്റെ കൂടെയാണ്, അല്ലേ? അപ്പൊ നമ്മളുടെ സമൂഹത്തിലടക്കം എന്തു ചെയ്യും? ഇങ്ങനെ കഥകൾ കടന്നുപോയി സഹോദരന്മാരും ഒക്കെ എന്താ ഒരു മാർഗം വരുമാനത്തിന്? അതിന് യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങിയാൽ മതിയടാ. എന്നിട്ട് യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഹലോ ഗുയിസ് തന്നെ തുടങ്ങിയാൽ മതി. എന്നിട്ട് വാപ്പി മക്കളും ഒക്കെ കുറെ കഴിഞ്ഞ് ആദ്യം ഖുർആനൊക്കെ കേട്ടിരുന്ന വീട്ടില് പിന്നെ സിനിമാ പാട്ടിട്ട് ചാടുന്ന ഫോട്ടോ. ഒരു കല്യാണ അന്വേഷണ രംഗത്ത് പൂർത്തീകരിച്ച ഒരു വിവാഹം മുടങ്ങി. ആ കല്യാണം ഉറപ്പിക്കപ്പെട്ട വധു പറഞ്ഞു, ബാപ്പ നിങ്ങൾ എത്ര ദീനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ബാപ്പ? ഇൻസ്റ്റാഗ്രാമില് ആ അമ്മി മകളും തട്ടം കഴിച്ചിട്ട് ഡാൻസ് ചെയ്യണ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോ അയാൾ പറഞ്ഞു, അതെങ്ങനാണ്ട് ഓരോ പോരേ. അല്ല ബാപ്പ, 25K ആണ്, 25,000 ആള് കണ്ടിക്കണ്. നോക്കൂ. അപ്പൊ ഈ ഒരു മൊബൈല് നമുക്ക് ഉണ്ട് എന്നുള്ളത് നല്ല കാര്യം. പക്ഷെ കടന്ന് ഓരോ ദിവസവും ഈമാൻ വിട്ട് പോകാൻ ഒരു കാരണമായി തീരുന്നില്ലത്. അപ്പോ ആധുനികതയുടെ സൗകര്യങ്ങൾ നമ്മളെ ഭരിക്കുമ്പോ ആ ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉമ്മമാരുമായവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉമറാക്കും ശറാറക്കും നേതൃത്വം കൊടുക്കുന്നവർ ഏറ്റവും വൃത്തികെട്ടവരാകുന്നു. അവരുടെ ഒരു സമൂഹത്തിന് അള്ളാഹു അംഗീകാരം കൊടുക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉപദേശങ്ങൾ നമുക്ക് കിട്ടാൻ കഴിയും. അപ്പോ ഇങ്ങനെയൊക്കെ ഓരോ ഇന്ത്യ രാജ്യത്ത് പോലും വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മളുടെ പെരുമാറ്റത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ ഹനിക്കുന്നതിന്റെ ഫലമാണോ നമ്മൾ പരീക്ഷിക്കുന്നതെന്ന് നമ്മൾ നിരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ട്. 7ാമത്തേത്, നമ്മൾ ദീനിയായ ജീവിത ചിട്ടയിൽ നമ്മൾ പോകുമ്പോൾ ഒരു കുടുംബ സംസ്കാരമുണ്ട് നമുക്ക്. അതെന്താണ്? അത് ജ്യേഷ്ഠൻ, അനിയൻ, എളാപ്പ, മൂത്താപ്പ എല്ലാവരും കൂടി വ്യക്തി ബന്ധങ്ങളോടൊപ്പം തന്നെ സ്നേഹബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളോടൊപ്പം കുടുംബ ബന്ധങ്ങളും. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും കാണാം, പിന്നെ എന്താ പറയാ, ആർക്കും ആരെയും അങ്ങനെ ഒരു ഇഷ്ടമില്ല. അവനാനും അവനാന്റെ ഭാര്യയും അവനാന്റെ മക്കളും പോവുക. നമ്മളെവിടെ പോയി എന്നൊരു ചോദ്യത്തിന് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഉമ്മ നമ്മളോടൊന്ന് ചോദിച്ചാൽ നമ്മൾ അത് ചോദിക്കണം നമുക്ക് ഇഷ്ടമല്ല, നമുക്കത് പറയാൻ ഇഷ്ടമല്ല, നമ്മൾ മാത്രമാണ്. എന്നിട്ട് അവര് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളിൽ നിന്ന് ഒഴിവായി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 50 വയസ്സായാല് ഭാര്യക്ക് ഒരു 45 ആയാൽ പിന്നെ ഭാര്യ എവിടെ പോയി എന്ന് ഭർത്താവ് ചോദിക്കണത് ഓൾക്ക് ഇഷ്ടമല്ല. ഭർത്താവിനോട് നിങ്ങൾ എവിടെ പോയി, അതെന്തിനാ ഈ ചോദിക്കേണ്ട ആവശ്യം? നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 10 രൂപ അല്ലായില്ലേ, ഈ പാക്ക മതി, ചോദ്യം ഉത്തരവൊന്നും വേണ്ട. ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത അങ്ങനെ ആകരുത്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ 1450 കൊല്ലം മുമ്പ് പറയാം, നീചന്മാരെയും അനാവശ്യമായി സത്യം ചെയ്യുന്നവരെയും നിങ്ങൾ അനുസരിക്കരുത്. ഏഷണി പരദൂഷണങ്ങൾ പറഞ്ഞു പരത്തുന്നവരുമായി നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല എന്ന്. നമ്മളെ പല കുടുംബ ബന്ധങ്ങളെയും തകർത്ത് കളയുകയും സുൽഹ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത കൊടുത്താൽ അതിന്റെ താഴെ പിന്നെ ഏറ്റവും കൂടുതൽ വർഗീയത വിളമ്പാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്.
അപ്പോ ആ ആ ഒരു സംസ്കാരം മുസ്ലിം ഉമ്മത്തിന് പറ്റണമല്ല. പക്ഷെ എന്നാൽ മുസ്ലിം ഉമ്മത്തിന്റെ നാമമുള്ളവരും അതേപോലെ പ്രതികരിക്കുക, അതേപോലെ വൃത്തിഹീനമായ അച്ഛനെ പറയാ, അമ്മനെ പറയാ, അപ്പാനെ പറയാ, അമ്മാനെ പറയാ, തോന്നിവാസം പറയാ, അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഹലാലാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു കാലമാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഒരിക്കലും അഭിഷേക പേരുകളെ കൊണ്ട് നിങ്ങൾ പിന്നെ വാക്ക് പറയാൻ പാടില്ല, നമ്മൾ വിളിക്കാൻ പാടില്ല, ചീത്ത പേരുകൾ വിളിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ഏഷണി പരദൂഷണങ്ങളെ നമ്മൾ പിൻപറ്റാൻ പാടില്ല, അത് വിശ്വാസത്തിൽ എടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മുടെ കുടുംബപരമായ സുൽഹുകൾക്ക് ഒരു സാധ്യതയുണ്ട്, വേർപിരിഞ്ഞു പോകുന്നതല്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ അങ്ങനെ കുറ്റം പറയല്ല. ഇപ്പൊ നമ്മളുടെ പുതിയ തലമുറയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, എന്താണ് ഉദ്ദേശം ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ UK പോവാണ്. നമ്മുടെ ഭീമാ ജ്വല്ലറിന്റെ പരസ്യം നിൽക്കുന്ന പോലെയാണ്, കുട്ടികൾ വളരെ ആവശ്യം UK പോവാണ്. അപ്പൊ എന്താണ് UK നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തിന്റെ ആരുമില്ലേക്കല്ല, അവിടേക്ക് പോവാണ്. അപ്പൊ ഞാനൊരു സുഹൃത്തിനെ കണ്ടു. സുഹൃത്ത് മീൻസ് ഒരു കുട്ടിയാണ്. അപ്പൊ അവന് ഇതേപോലെ അവൻ ബാഗൊക്കെ ഇട്ടാണ് വരുന്നത്. ബാഗ് ഇട്ട് തൽക്കാലം വിദേശത്ത് നിന്ന് വരികയാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എവിടുന്നാ വരുന്നത്? ഞാൻ UK വരികയാണ്. പിന്നെ അവിടെ ആരെയുള്ളത്? അവിടെ എളാപ്പിയും മുത്താപ്പിയും ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടേക്കാണ് ഇനി പോണത്. എന്താ അവിടേക്ക് പോണത്? എനിക്ക് ബഹ്റൈനോ ഖത്തറോ ഒമാനോ ഒക്കെ പോയിക്കൂടെ? അല്ല, അവിടെ പോകുന്നത് കൊണ്ട് കുറെ ഗുണമുണ്ട്. ഒന്ന്, അവിടെ പൗരത്വം കിട്ടും. അവന്റെ അഭിപ്രായമാണ്, അവിടെ പൗരത്വം കിട്ടും. അങ്ങനെ ആവുമ്പോ പിന്നെ നാട്ടിക്ക് പൈസ ഒന്നും അയക്കണ്ടില്ല. പിന്നെ വാപ്പ മരിച്ചാ വരണ്ട, ഉമ്മ മരിച്ചാ വരണ്ട, പെങ്ങള് അസുഖമാണ് പറഞ്ഞാൽ വരണ്ട. കാരണം ഇത് ഏതോ പരലോകത്ത് പോയ മാതിരിയാണ് പുതിയൊരു തലമുറ കൂട്ടണേ. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ മരണം നടന്നാലും കുവൈത്തുകാരനോട് വരാൻ പറയും, സൗദിക്കാരനോടും വരാൻ പറയും, കുവൈത്തുകാരനോടും വരാൻ പറയും, UAE കുറച്ചും കൂടി അടുത്തവനും വരാൻ പറയും. പക്ഷെ UK അവിടുന്ന് വന്നൂടെ, കുറേ ദൂരെയാണ്. അപ്പൊ എന്തായെന്നറിയോ, ഈ കൂട്ടത്തിനും കുടുംബത്തിനും ഒക്കെ വേർപെട്ട് പോകാനുള്ള ഒരു രാജ്യമായി പലപ്പോഴും ഈ രാജ്യത്ത് പൗരത്വമൊക്കെ കാത്തിരിക്കുന്ന ആളുകൾ. അവിടെ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. അപ്പൊ ഓട്ടോറിക്ഷ ഡ്രൈവറോട് മകള് വന്ന് പറയാണ്, പാപ്പാ എനിക്ക് 18 ലക്ഷം ഉറുപ്പ്യ വേണം. എന്തിനാണ്? UK പോകാനാണ്. അപ്പൊ അയാൾ ബാങ്ക് മാനേജറോട് വന്ന് സംസാരിക്കണം, എന്റെ മകളെ UK പോകണം, ഓക്ക് 18. അപ്പൊ ഓട്ടോറിക്ഷ ഓട്ടണം, നിങ്ങളെ ഇവിടുന്ന് ഈ 18 ലക്ഷം കൊടുക്കണേ. അപ്പോ ബാങ്ക് മാനേജറോട് ഇയാൾ ചോദിക്കണം, എന്തിനാണ് ഈ 18 ലക്ഷം? അത് ഓലോട് തന്നെ ചോദിച്ചു നോക്കി. അപ്പൊ എന്താ അറിയോ പ്ലാന്? മക്കള് ബാപ്പാനെ ഒഴിവാക്കി പോകാൻ ബാപ്പാനെ കൊണ്ട് ലോൺ എടുപ്പിക്കുക. പിന്നെ ഓലും ഇങ്ങോട്ട് വരൂല, ബാപ്പാനെ കൊണ്ട് ലോൺ പോയിട്ട് ജോലിയൊക്കെ കിട്ടി ഇങ്ങോട്ട് വരാനുള്ള സംസ്കാരമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഒറ്റപ്പെട്ട് വേർപെട്ട് ആരും വേണ്ട എന്ന് തോന്നല്. എന്നിട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ നാടുകളിൽ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുടെയും കാര്യം, അല്ലെ? ഇപ്പൊ ദുബായിൽ ജോലി ചെയ്യുന്ന മകന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവര് ഗർഭിണിയായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ ആശുപത്രിന്റെ സൗകര്യമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പറയും, മെല്ലെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഉമ്മാനങ്ങോട്ട് കൊണ്ടുവരാ. പാപ്പ കണ്ണൂരിക്ക, ഒരു ഉമ്മാനങ്ങോട്ട് കൊണ്ടുവരാ. എന്നിട്ട് ഉമ്മാനോട് നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാണണ്ടേ, ബുർജ് ഖലീഫന്റെ മുകളിൽ കയറേണ്ടത്, അപ്പുറത്തൊരു പാപ്പ ഇരിക്കേണ്ടത്, അയാൾക്കും കൂടി ആയില്ല. മെല്ലെ അപ്പൊ ഉമ്മാന്റെ വിചാരം ബുർജു ഖലീഫ കൊണ്ടുപോകാം. എന്നിട്ട് ഈ വാപ്പ പാവം, ചായയില്ല, വെള്ളമില്ല, 1 മാസം 2 മാസം അങ്ങനെ വാപ്പാനും ഉമ്മാനെയും വളർത്തിക്കൊണ്ട് മക്കൾ പോകരുത്. ചതിയാണ്. അതൊക്കെ പുതിയ ആധുനികതയുടെ വളവുകളാണ്. അവിടെ ഒരാളെ ജോലിക്ക് നിർത്തിയാൽ പോരെ, 4000 ദിർഹം കൊടുത്തളി, പൈസ ഉണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ കൊടുപ്പൊന്നൂടെ. എന്നിട്ട് വാപ്പാനെ കൊണ്ടുവന്നു. എന്നിട്ട് വാപ്പ പള്ളിക്ക വന്ന് നിങ്ങളെ കുപ്പായത്തിന്റെ വേക്കൽ എന്തുണ്ടല്ലോ, ഓള് പോയില്ലേ, ദുബായ് ഷെയ്ഖായിട്ട് പോയിട്ടില്ലേ. അങ്ങനെ കുറെ കുടുംബപരമായ വളവുകൾ കയറി വന്നിട്ട് പ്രായം ചെന്ന ഒരു വാപ്പാക്ക് അസുഖമായി, ഭാര്യനെ കൊണ്ടുപോയിട്ട് വാപ്പാക്ക് അറ്റാക്കായി. ചിന്തിച്ചോ നിങ്ങൾ, അത്രത്തോളം അസ്വസ്ഥത. അപ്പൊ അങ്ങനെയാകരുത്. നമ്മൾ പിരിക്കുന്നവരല്ല, നമ്മൾ ചേർക്കുന്നവരാണ്. നമ്മൾ കുടുംബ രംഗത്ത് ഒരു മകൻ കല്യാണം കഴിച്ച് മകള് ചെറിയൊരു പ്രശ്നമായി കഴിഞ്ഞാൽ തീർത്തള, അങ്ങനെയല്ല നമ്മൾ പറയാ. അത് ഒരുമിച്ച് പോകാനുള്ള വഴികളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. നിക്കാഹിന് ഒരു സ്ഥലത്ത് പോയപ്പോ പിന്നെ ഒരു വലിയ പെട്ടി കൊടുന്നു വെച്ചു. അപ്പൊ ഞാൻ മഹർ എത്രയാന്ന് ചോദിച്ചപ്പോ അവര് കാരണവരെന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, അത് പിന്നെ മഹർ ചെറിയൊരു മോതിരാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇത് കാണിച്ചത്. അപ്പൊ ബാക്കി ഗിഫ്റ്റാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോ ഇങ്ങനെ ഒരു സമ്പ്രദായം, മൗലവി കല്യാണമൊക്കെ കഴിഞ്ഞാല് ഒരു 4-5 ആഴ്ച കഴിഞ്ഞാൽ പുതിയണ്ണ് പറയും എനിക്ക് ഈ ബന്ധം വേണ്ട.
അപ്പൊ 5-6 പവനൊക്കെ പോവുകയാണ്. മറ്റേത് ഈ മോതിരല്ലേ പോവുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഗിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് തിരിച്ചു വെക്കാൻ നോക്കിങ്ങള് ഓരോ അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ വന്നത് കൊണ്ടുണ്ടായ ദുരന്തം, ആ ദുരന്തം മറികടക്കാൻ പുതിയ തന്ത്രങ്ങളുമായി ബാക്കിയുള്ളവർ അറിഞ്ഞാൽ. അപ്പോ എവിടെയാണ് നമ്മൾക്ക്, എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കപ്പെടുന്നിടത്ത് പോലും മാന്യമായ ഒരു സ്വഭാവത്തിലും സംസ്കാരത്തിലും ഒരു വിവാഹം ചെയ്യാൻ ഇന്ന് സാധിക്കുന്നില്ല. ഉണ്ടോ? ഇന്ന് ചെറുതുരുത്തിയില് വിവാഹത്തിന്റെ റാലി വന്നിട്ട് 1.5 മണിക്കൂറാണ് പോലീസും നാട്ടുകാരും കുടുംബവും അടിച്ചിട്ട് കണ്ണൂര് ഏത് ജില്ലയാണെന്നറിയില്ല, JCBയിൽ പുതിയാപ്പുള വന്നത്. ഇതൊക്കെ ഏത് സമുദായം ചെയ്തു എന്ന് തൊട്ട് താഴെ നോക്കണ്ട. അത് ഏത് സമുദായമായിരിക്കും? അത് ഏത് സമുദായ? അത് നമ്മളെ സമുദായം അല്ലാതെ ആരാ? മുമ്പ് നമ്പൂതിരി ഇങ്ങനെ നടന്നു പോകുമ്പോ ബാക്കിൽ പാലത്തുമ്പോ കൂടി നടക്കുമ്പോ പാലം ഇങ്ങനെ നമ്പൂതിരി പകുതി എത്തിയപ്പോ പാലം ഇങ്ങനെ കുലുങ്ങുന്നുണ്ടോ? അപ്പൊ നമ്പൂരി താഴത്തേക്ക് ചാടാൻ നോക്കുമ്പോ നമ്പൂരി പറഞ്ഞല്ലോ, ആചാര്യ പാലം കുലുക്കല്ലേ. അപ്പോ ആചാര്യക്കൊരു സംശയം, എന്നെ കണ്ടിട്ടൊന്നുമില്ല, പിന്നെ എങ്ങനെയാ ഇപ്പൊ എന്നെ മനസ്സിലായത് ഞാനാ പാലം കുലുക്കണ? അപ്പൊ നമ്പൂതിരി അപ്പുറത്തിട്ട് ചോദിച്ചോല്ലോ, നമ്പൂരി എങ്ങനെയാ മനസ്സിലായി? ആചാരല്ലാതെ ആരാ ഈ പണിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. അതേപോലെ കല്യാണമൊക്കെ ഇങ്ങനെ ചെയ്യാൻ നമ്മളല്ലേ. അപ്പോ ഒരു മാന്യമായ വേദി കയറി ഒരു നിക്കാഹിന് കൈ കൊടുത്ത് നിക്കാഹ് കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണത്തിനേക്ക് ഇറങ്ങേണ്ടതാണ് എന്ന് പറയാൻ ബാപ്പല്ലാതെ പോവുകയാണ്. ബാപ്പി ഉമ്മിയൊക്കെ ചെയ്യണം, വേഗം ഒന്ന് രക്ഷപ്പെടുകയാണ്. വേഗം രക്ഷപ്പെട്ടിട്ട് നിക്കാഹ് കഴിഞ്ഞ ഉടനെ മൗലവിനെ വേഗം വലിച്ചിറക്കി ആടിനിറക്കാൻ കൊണ്ടുപോകണ പാര് അയാളെ വേഗം കൊണ്ടുപോയി ചോറും കൊടുത്ത് വേഗം വണ്ടി കയറ്റി വിടുകയാണ്. എന്നിട്ട് തലി കഴിച്ച് പറയും, അൽഹംദുലില്ലാ പടച്ചോൻ പോയി, ഇനിയിപ്പോ നമ്മൾ ചെറുത്തമാരല്ലുള്ളൂ. എന്നിട്ട് പിന്നെ അവിടെ അവസാനം ഒരു സ്റ്റുഡിയോയിലെ സഹോദരനെ പരിചയപ്പെട്ടുള്ള ആളാ ചെന്ന് നോക്കുമ്പോ പറയാണ്, മാഷേ ഇവിടെ എത്ര USB കിടക്കുന്നുണ്ടെന്നറിയോ? ഞാൻ ചോദിച്ചു, എന്താ USB? അതൊക്കെ കല്യാണത്തിന്റെ പിക്ചേഴ്സ്, ഫോട്ടോ, വീഡിയോസ്. എന്താ കാരണം? കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കുക. അത് എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കി പുതിയാപ്പണ്ണെ വിളിക്കുമ്പോ പറയുമല്ലോ, പൈസ എത്ര വെച്ചാൽ തരാം, ആ വിവാഹം മോചിതയക്കണം, ഇനി ആ റീലൊന്നും വേണ്ട. അങ്ങനെ എന്തൊക്കെ നമ്മൾ ഈ ചാടണോ, നമ്മൾ ഈ കൂത്താടണോ ഒന്നും ഒരു ദോഷം ചെയ്യില്ല എന്ന് വിചാരിക്കണ്ടോ? ഇല്ല. നമ്മളെ പല വിവാഹവും മോചനത്തിലേക്ക് എത്തുന്നത് അള്ളാന്റെ ബർക്കത്ത് ഓഡിറ്റോറിയത്തിൽ ഇറങ്ങാതെന്നാ പിന്നെ ബിരിയാണിന്റെ ചൂര് കഴിക്കണവരല്ലേ ബന്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സംസ്കാരം മാറ്റി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നിക്കാഹ് കഴിഞ്ഞു എന്നാ ഇനി എല്ലാവരും ഭക്ഷണവും കഴിച്ച് എല്ലാവരും പോകുമ്പോ അതിനുള്ളൊരു സംസ്കാരത്തെ അതിന് ഉമ്മമാരെന്ത് ചെയ്യണം? പിന്തുണ കൊടുക്കണം. നമ്മളെ മകളെ കാണാനല്ല തലേ ദിവസം, കല്യാണത്തിന്റെ തലേ ദിവസം നമ്മളെ മകളെ കാണാനല്ല, അവളെ ആരോ കൊണ്ടുപോയിക്കാണ്. എന്നിട്ട് കൊണ്ടേതാ? അറിഞ്ഞുകൊണ്ട് കൊണ്ടേതാ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ശനിയാഴ്ച പൊട്ടിയിട്ട്, പിന്നെ ശനിയാഴ്ച രാത്രി പൊട്ടിയിട്ട്, പിന്നെ സുബൈക്ക് പൊട്ടിയിട്ട്, അങ്ങനെ നിക്കാഹിന്റെ സന്ദർഭത്തുമ്പോഴേക്ക് ഒരു ബമ്മക്കുട്ടി ഹോട്ടലിലൊക്കെ ഉണ്ട്, ഒരു നമ്പൂരിന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഇരിക്കണം. അതേപോലെ ഒരുത്തി ഇരിക്കുക. പുതിയാപ്പള വന്നിട്ട് പുതിയാപ്പള കൂട്ടുകാരനോട് ചോദിച്ചോല്ലോ, അല്ല ഞാൻ കണ്ട പെണ്ണിനെയല്ലേ വധുവായിട്ട് വന്നിരിക്കുന്നത്? കാരണം ആകെ രൂപഭാരം മാറ്റി. ആ കുട്ടിയുടെ തലേ ദിവസത്തെ ളുഹർ നമ്മൾ നിസ്സാരാക്കി തള്ളാൻ പറ്റുമോ? അസർ നിസ്സാരമാക്കി തള്ളാൻ പറ്റുമോ? അപ്പൊ എന്തുകൊണ്ട് ഒരു മാന്യമായ വസ്ത്രം ധരിച്ച് ഇങ്ങനെ അല്ലാത്ത രൂപത്തിൽ ഒരു വധുവിനെ ഇറക്കാൻ കണ്ണൂരിലുള്ള ഉമ്മമാർക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ കെട്ടിച്ചയക്കുക? അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഗൗരവം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. സാധാരണ മുമ്പ് കാലത്തൊക്കെ എനിക്കറിയാം, നമ്മൾ പുതിയാപ്പള്ളിയും തലേ ദിവസം അവരവരുടെ വാപ്പാരും ഉമ്മാരും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വധുവിന് വാപ്പപ്പുറത്തും ഉമ്മപ്പുറത്തും ഇരുന്നിട്ട് കുറെ പറഞ്ഞു. ഇന്നൊക്കെ ചങ്ങാതിമാര് ചങ്കുകളല്ലേ പറഞ്ഞു കൊടുക്കാള്, ചങ്കുകളല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ചങ്കുപിടുത്തം വരുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ സംസ്കാരം എന്താണോ നമ്മളത് പഠിക്കുക. മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ മാതാപിതാക്കൾ കടന്നുപോയിട്ടും അക്കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ പിടിച്ചു നിന്നു. വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ പെരുകി. കുട്ടികൾ കോപ്പി പിടിച്ചാൽ തൂങ്ങി മരിക്കും. നമ്മുടെ മക്കള്, ഞങ്ങൾ അധ്യാപകരാണെന്നൊക്കെ കോപ്പി അടിക്കുന്നത് നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. കോപ്പി അടിക്കണത് പിടിച്ചില്ലെങ്കിൽ
ഞങ്ങളെ പിടിക്കാൻ വേറൊരു വകുപ്പ് വരുന്നുണ്ട്. ഒരു ജില്ലയിൽ 3 ടീമാണ്. അവര് വന്നിട്ട് ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ പിടിച്ചാത്തൊരു കോപ്പി പിടിച്ചാൽ ഈ കുട്ടിന്റെ വാപ്പി ഞാനും തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്ക് എത്താൻ പറയും. 10 മണിക്ക് എത്തിയാൽ അവിടെ ഇരിക്കുകയാണ്. വൈകുന്നേരം 5 മണി വരെ അവിടെ ഇരുത്തും. 5 മണി വരെ എടുത്തിട്ട് 5 മണിക്ക് ചോദിക്കും, നിങ്ങൾ എന്തേ പോന്ന്? ഞങ്ങൾ ഈ കുട്ടി കോപ്പി അടിച്ചിട്ട്. ആ ഓഫീസർ നാളെ ഉണ്ടാവുള്ളൂ, അവിടെ ലോഡ്ജ് എടുത്ത് നിൽക്കണം. അപ്പൊ ഏതു മാസം കോപ്പി പിടിക്കും. ധാർമ്മികമായി തന്നെ ഒരു വശത്ത് പിടിക്കും. അതിന് ആത്മഹത്യ ചെയ്യല്ല. അപ്പൊ തെറ്റുകളുടെ ഗൗരവം പറഞ്ഞു കൊടുത്ത് മക്കൾ മാതാപിതാക്കളോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, കടം വരും, രോഗം വരും. ആരാ രോഗമില്ലാത്തവര്? ഒരു കിണർ തൊഴിലാളിയായ ഒരു സഹോദരൻ, ഞാൻ അറിയുന്ന ഒരു സഹോദരനാ. അദ്ദേഹം ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കുറിപ്പ് വന്നു, മൗലവി കിണറിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, ദുആ ചെയ്യണം. അപ്പൊ അദ്ദേഹം കിണർ കുടിക്കാരനാണെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, അല്ല എന്താണ് മൂപ്പർക്ക്? ബ്ലഡ് ക്യാൻസർ ആണ്. അപ്പൊ അത് ആരോടും പറയാനുള്ള മടി കൊണ്ട് ഭാര്യക്കറിയാം. ഭാര്യ പൂർണ്ണ പിന്തുണയാണ്. ഭാര്യ എല്ലാ കാര്യത്തിലും കൂടെയുണ്ട്. ഈ ചിത്ര അവിടെ തിരുവനന്തപുരത്തേക്ക് പോരലും അവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. പക്ഷെ ആ രോഗമുണ്ട് എന്നത് സമൂഹത്തോട് പറയുമ്പോ സമൂഹം എന്ന് കാണിക്കുന്ന, അതായത് രോഗിയായാൽ നിങ്ങൾ സന്ദർശിക്കുക. ഇപ്പൊ രോഗിയായ ഒരാളെ നമ്മൾ സന്ദർശിക്കാൻ ചെന്ന് തിരിച്ചു പോരുമ്പോഴാണ് വേറെ 3 ആൾക്കാർ കണ്ണൂർ പള്ളിക്കന്ന് ആണ്ട് പോണേ. അപ്പൊ നമ്മളോട് ചോദിക്കുക, എങ്ങനെയുണ്ടോ? ഓന്റെ പരിതാപകരല്ല. ക്യാൻസർ പിടിച്ചോന്റെ കാര്യം പരിതാപകരല്ല. ക്യാൻസർ ബാധിച്ച ഒരാള് വളരെ അനുഗ്രഹീതനാണ്. എല്ലാ കാര്യം ക്ലിയറായി പറയാനുള്ളതൊക്കെ പറഞ്ഞ് കടം വീട്ടാനുള്ളതൊക്കെ വീട്ടി എല്ലാം റെഡിയായി മരണം വരുന്നുവെങ്കിൽ ഞാൻ കെലിമ ചൊല്ലി മരിക്കും എന്ന് ധൈര്യത്തിലിരിക്കണ ആളാണ് അയാള്. ഈ പോയി വരുന്ന നമ്മൾ കോഴിപ്പീടിയയിൽ കാണും അല്ലേ? എല്ലായിടത്തും കാണാം കല്ല്. ഒരു ലോഡ് അവിടെ ഇറക്കി കാണും, ഇവിടെ ഒരു ലോഡ് ഇറക്കി കാണും, അപ്പുറത്ത് രജിസ്ട്രേഷന് പൈസ കൊടുത്താണ്, അവിടെ അഡ്വാൻസ് കൊടുത്താണ്. മരിച്ചണ നേരത്ത് ബോംബ് പൊട്ടി മരിച്ചണ മാതിരിക്കാരും. അപ്പോ രോഗം ബാധിക്കുന്നു എന്നുള്ളത് ദയനീയതയല്ല. രോഗം ഒരു പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ ഒരു ശിക്ഷയല്ല. അപ്പോ അവരെ നമ്മൾ സന്ദർശിക്കണം. ചില വീടുകളിൽ മക്കളായ നമ്മള് ബാപ്പാന്റെ കൂട്ടുകാര് വരുമ്പോ നമ്മൾ കാണണ്ട. ഡോക്ടർ പറഞ്ഞിട്ടല്ല, രോഗികളെ കാണാനയക്കാത്ത മക്കളുണ്ട്. രോഗം ബാധിച്ച ബാപ്പാനെ കാണാൻ വരുന്ന ചായ കൊടുക്കേണ്ടി വരും. ബാപ്പാന്റെ പ്രായക്കാർ ചായക്ക് വന്നാൽ പഞ്ചാരിയും വേണ്ട, ചായപ്പൊടിയും വേണ്ട, ആകെ ഒരു ചൂടുള്ള വേണ്ടോ. അതിന് എത്ര ഉണ്ടോ? വരും. അവര് വന്ന് ബാപ്പാന്റെ അടുത്ത് കുറെ നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു പോകുമ്പോ ആ ഉപ്പക്കും ആ ഉമ്മക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം, അതാണ് ഇസ്ലാമിന്റെ സ്വഭാവം. അപ്പൊ ആ ഒരു തന്റെ ഇടത്തിലേക്ക് നമ്മൾ എത്തുമ്പോ അദ്ദേഹം മാനസികമായ വിഷമങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഒരു ചെറുപ്പക്കാരന് രോഗം ബാധിച്ചാൽ നമ്മൾ അവനെ സഹായിക്കേണ്ടി വരും സാമ്പത്തികമായി. അവന്റെ പെൺകുട്ടിനെ കല്യാണം കഴിക്കണമല്ല, ബാക്കിയുള്ള ഒരുപാട് കാര്യത്തിൽ സഹായിക്കേണ്ടി വരും. അങ്ങനെയുള്ള സഹായങ്ങൾ മഹല്ലുകൾ നടത്തുന്നുണ്ട്. അതേപോലെ നമ്മൾ ഉള്ള സുഖത്തെ ഇട്ടെറിഞ്ഞു പോകരുത്. ആധുനിക കാലം കാമുകന്മാരെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. എന്തുകൊണ്ടെന്ന് നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ ആധുനികത കടന്നു വന്നപ്പോ സൗകര്യങ്ങൾ കൂടി. നമ്മളുടെ മൊബൈല് നമ്മൾ ഇപ്പോ ഒരു സഹോദരി, ആ സഹോദരിയുടെ മൊബൈല് പുരുഷനെടുക്കാം, പുരുഷന്റെ മൊബൈല് ഭാര്യ എടുക്കട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമൊന്നും വെക്കണ്ട. പക്ഷേ ഓർത്തു നോക്കൂ, നിങ്ങൾ ഒറ്റപ്പെടാനുള്ള അവസരം കിട്ടിയത് കൊണ്ട് പലതരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ കടന്നു വരുന്നു. ആ പ്രവാസിയുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു കഥയായിരുന്നു പണ്ട്. ഇന്ന് അങ്ങനെയല്ല. പ്രവാസ ജീവിതം നയിക്കുന്നവൻ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓഫീസും അവന്റെ കമ്പനിയും ഒക്കെ പരസ്പരം ചിലപ്പോൾ ഇടപഴകേണ്ടി വരുന്ന ഘട്ടമാണ്. അവിടെയൊക്കെ ഈ അനിയന്ത്രിതമായ അവിഹിതമായ ബന്ധങ്ങൾ മൊബൈലിലൂടെ കടന്നു വന്ന് എത്രയോ ആത്മഹത്യകൾ എത്തിയിരിക്കുന്നു. എന്നിട്ട് ആ ആത്മഹത്യ ചെയ്തതിന്റെ ഫലമായി മക്കൾക്ക് പകരം രണ്ടാനുമ്മ വരുന്നു. ആ രണ്ടാനുമ്മ ബാപ്പയും കൂടിയിട്ട് ഈ കുട്ടിയെ മാരകമായി പരിക്കേൽപ്പിച്ച് ആ കുട്ടി മരണപ്പെടുന്നു. വേറൊരു കുട്ടിയെ നമ്മളെ സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പാണ് കോഴിക്കോട് ഏറ്റെടുത്തത്. അപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് അള്ള തന്ന ഒരു അനുഗ്രഹത്തെ
നമ്മൾ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത് വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്, ആത്മഹത്യ ചെയ്യരുത്. നമ്മൾ ക്ഷമിക്കുക, നല്ലോണം ക്ഷമിക്കുക. എന്തിനും നമ്മൾ രോഗമാണെങ്കിലും കാത്തിരിക്കുക. കടം സാമ്പത്തികമായി ആർക്കും ഉണ്ടാവും. പക്ഷേ നമ്മള് വല്ലാതെ കടം വാങ്ങി അല്ലേ, ഇപ്പൊ നമ്മൾ മൊബൈൽ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്കൊരു ലോണ് കിട്ടുകയോ എന്ന് വെറുതെ പറഞ്ഞാൽ മതി. ആ വോയിസ് ഗൂഗിള് റെക്കോർഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ഇശ കഴിഞ്ഞാണ്ട് ഇത് തുറന്നു നോക്കിയാൽ ലോൺ സൗകര്യമുണ്ട്, ഈ ആപ്പിൽ നിൽക്കിയാൽ മതി. അപ്പൊ നമ്മൾ സുബഹിയാകുമ്പോഴത്തേന് ഏകദേശം നമ്മൾ ഞെക്കാൻ റെഡിയാവും. അല്ലേ, ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ ആത്മഹത്യ ചെയ്തില്ലേ, പൊതുപ്രവർത്തകനാണ്, സാമൂഹികമായി ഒരുപാട് നന്മ ചെയ്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെയ്യുന്ന ഒരു LLBക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അവനും ഇതേപോലത്തെ ഒരു അബദ്ധത്തിൽ, ചെറിയ കുട്ടിയാണ്, ഒരു 21-22 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്, നമുക്കൊന്നും പറയാൻ വയ്യ. പക്ഷേ ഉപ്പമാർക്ക് വരെ. അപ്പൊ സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ കൂട്ടുകെട്ട്, സൗഹൃദം, സ്നേഹം. നമുക്ക് പൈസ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ആരോടും ഉണ്ടാക്കൂല. അസ്സലാമു അലൈക്കും. കൂട്ടത്തിലും കുടുംബത്തിലും പോകുന്നിടത്തും വരുന്നിടത്തും കല്യാണങ്ങളിലും ഒക്കെ എല്ലാവരും വേണം. ആ രംഗത്ത് നമ്മൾ പോകുമ്പോ നമ്മക്ക് എന്തെങ്കിലും അസുഖമായി എന്ന് പറയുമ്പോ എല്ലാവരും ഉണ്ടാവും. അതോടൊപ്പം തന്നെ സമാധാനത്തിനും ഉണ്ടാകും. മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉസിബ ബിഹി യൗമൽ ഖിയാമ. ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അതേപോലെ അള്ളാഹ് നമ്മളെ ശിക്ഷിക്കും. ഒരു സഹോദരൻ, ആ സഹോദരന്റെ ഭാര്യ 3ാമത്തെ പ്രസവം പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഭാര്യ മാനസിക രോഗിയായി. സ്വാഭാവികമായി മെഡിക്കൽ ഒരു ഒരു ട്രീറ്റ്മെന്റ് ഉള്ള ഒരു അസുഖമാണ്. ഞരമ്പ് വലിഞ്ഞു കഴിഞ്ഞാൽ ആ ഞരമ്പ് ചിലപ്പോൾ തിരിച്ചു വലിഞ്ഞതായില്ലെങ്കിൽ ചിലപ്പോൾ പ്രസവം കഴിഞ്ഞാൽ വരുന്ന ഒരു ടെൻഷൻ. അപ്പൊ ആ ടെൻഷൻ ഉണ്ട് എന്ന് ഇദ്ദേഹം ഉദ്യോഗസ്ഥനാണ്, ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇത് ഷെയർ ചെയ്തു. ഭാര്യക്ക് ഇങ്ങനെ വന്നു, ഭാര്യ ഭ്രാന്തത്തിയായി എന്ന് പ്രഖ്യാപിച്ച് പോയിരുന്നെങ്കിൽ ആ കുടുംബം അല്ലിച്ചില്ലാവൂലേ. പക്ഷെ അതിന് പകരം അദ്ദേഹം ട്രീറ്റ്മെന്റിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം അതിൽ ആയുർവേദവും അലോപ്പതിയും ഒക്കെ കൂട്ടി സുഖമായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നും അധ്യാപിക ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരങ്ങളെ കുറിച്ച്, വിഷമം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരത്തെ കുറിച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബോധവാന്മാരാകണം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു കാരണം എന്നറിയോ? അവൾക്ക് അവളുടെ ഋതുമതി പ്രായമെത്തിയപ്പോൾ അവൾക്ക് രക്തം വരാൻ തുടങ്ങി. അവളുടെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ അതിനെക്കുറിച്ച് അവളെ ബോധവൽക്കരിച്ചില്ല. അവളത് അറിഞ്ഞില്ല. ചെറുപ്പകാലത്ത് മദ്രസ പഠിച്ചു പോയതല്ലേ, പിന്നെ അറിയില്ലല്ലോ. അങ്ങനെ അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു, കുറച്ച് നല്ല വലിപ്പമുള്ള കുട്ടിയായിട്ട് അവൾക്കാണ് അവളുടെ ക്ലാസ്സിൽ ആദ്യമായി അത് വന്നത്. അപ്പോ അശുദ്ധി ബാധിച്ചപ്പോൾ അവള് പറഞ്ഞു, മാരകമായ എന്തോ രോഗം എനിക്കുണ്ട്, എൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ രക്തം വരുന്നു. അത് ഷെയർ ചെയ്യാമെന്ന് പറയാൻ വീട്ടിൽ എന്തുകൊണ്ടോ സ്വാതന്ത്ര്യമില്ലാതെ പോയി. ആ കുട്ടി ആ ടെൻഷനോട് കൂടി അവളുടെ നീലശാളിൽ അവൾ തൂങ്ങി ലോകത്തോട് വിട പറഞ്ഞു. ഒരു പെൺകുട്ടി അവള് ബെഡിൽ മൂത്രം വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വീട്ടുകാരും പറയാറില്ല. പക്ഷേ പുറത്ത് കിടക്ക ഉണക്കിയിട്ടത് കണ്ടപ്പോ അയൽവാസികൾ ചോദിച്ചാൽ, ആരാപ്പോ അവിടെ മൂത്രമൊഴിക്കാൻ, ബെഡിൽ മൂത്രമൊഴിക്കണോള് എന്ന് ചോദിച്ചപ്പോ ഇവിടെ ഒരുത്തില്ലേ എന്നൊരൊറ്റ വാക്ക്. അത് കയറി വന്നപ്പോൾ അയൽവാസികൾ സൗഹൃദത്തിൽ, സ്നേഹത്തിൽ ചോദിച്ചു. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ നമ്മളുടെ ആത്മഹത്യയെ നമ്മൾ മറികടക്കേണ്ടത് ദൈവബോധത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും. നരകത്തിൽ നമ്മൾ കിടക്കേണ്ടി വരും എന്ന ഭയാനകമായ അവസ്ഥ വെച്ചിട്ട് നമ്മൾ മറികടക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മൾ സമാശ്വാസത്തിൽ അവർക്ക് പറയാൻ, സ്വാതന്ത്ര്യത്തിൽ പറയാൻ കഴിയുന്ന വിധത്തിലായി മാറേണ്ടതുണ്ട്. സ്നേഹം അത് ഇസ്ലാം പഠിപ്പിച്ച ഒരു സംസ്കാരമാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുക, വാപ്പ ഉമ്മാനെ സ്നേഹിക്കുക, ഉമ്മ വാപ്പാനെ സ്നേഹിക്കുക, മക്കൾ വാപ്പാനെ സ്നേഹിക്കുക, മക്കളെ വാപ്പ സ്നേഹിക്കുക. എന്നാൽ ഇന്ന് സ്നേഹം എന്ന വാക്ക് പ്രേമം എന്നതിലേക്ക് വഴി മാറിക്കൊണ്ടിരിക്കുക. എന്താണ്? അപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജുകൾ, സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നിടത്തൊക്കെ ഈ ഇത്തരത്തിലുള്ള അംഗീകരിക്കപ്പെടാത്ത ബന്ധങ്ങൾ സർവ്വസാധാരണമായി വരുന്നു. ആ സർവ്വസാധാരണമായി വരുന്ന ഒരു വിശ്വാസി കേൾക്കുന്നു, വല്ലദീന ആമനു അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്. നമ്മളുടെ ഇഷ്ടം ഏറ്റവും ഉള്ളത് ആരോടാ? അള്ളാഹിനോടാണ്. നമ്മളെ ഭാര്യനോടുള്ള ഇഷ്ടവും നമ്മളെ ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ഏറ്റവും പ്രധാനം അള്ളാഹിനോടാണ് എന്നാണ്. കോഴിക്കോട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. രാത്രിയാണ് ഓട്ടോറിക്ഷ ഓട്ടുക, പകല് പലപ്പോഴും ഉറങ്ങല.
അപ്പൊ അദ്ദേഹം രാത്രി ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോ എന്നെ വീട്ടിലേക്ക് ആക്കിത്തരാം, പേരാമ്പ്രക്ക് ആക്കിത്തരാം അങ്ങനെ വന്നിട്ട് പറഞ്ഞ്, പടച്ചോൻ വല്ലാത്തൊരു സംഭവമാട്ടോ, പടച്ചോന്റെ അത്ര നമ്മളോട് സ്നേഹമുള്ള ആരും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് എഫക്ട് ചെയ്തത്? അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനെ പിന്നെ എന്റെ വീട്ടിൽ ഇങ്ങനെ കിടക്കാട്ടോ, രാവിലെ സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ പറഞ്ഞു വെക്കാനറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേഗം എഴുന്നേറ്റ് വേഗം ഒന്നും കൂടി പോകാൻ കഴിഞ്ഞു. കുപ്പായത്തിന്റെ ഒരു കൈയിട്ട് ഭാര്യനോട് പറഞ്ഞു, ഈ വെള്ളം വെച്ചോ, വെള്ളം വെച്ചോ, അടുപ്പത്ത് വെച്ചോ. അപ്പൊ ഭാര്യ വെച്ചല്ലോ, അടുപ്പത്ത് വെക്കുമ്പോ അരി വരാൻ എന്താ, നമുക്ക് പാടവും പറമ്പൊന്നും ഇല്ലല്ലോ, അതിക്ക് വെച്ചോ എന്നും പറഞ്ഞ് ഇയാളെ ഇറങ്ങിയാണ്. ഓട്ടോറിക്ഷന്റെ ചാവി എടുത്ത് കുറച്ചങ്ങ് പോയപ്പോ ഒരു ഉമ്മ അവിടെ കാത്തിരിക്കുന്നു. ആ ഉമ്മ കൈ കാണിച്ചു, വണ്ടി കയറുമ്പോ ചോദിച്ചു, മോനെ ഇത് മടക്കാണോ തുടക്കാണോ? ഏതായാലും ആ ഉമ്മ പറഞ്ഞു, മടക്കോ തുടക്കോ നിങ്ങൾ കയറി, നിങ്ങൾ തരി എന്നും പറഞ്ഞ് ആ ഉമ്മ ഇതിൽ കയറി 25 രൂപ കൊടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ ഷോപ്പിൽ തന്നെ അദ്ദേഹത്തിന് അന്ന് 3/4 കിലോ വാങ്ങാം, 750 വാങ്ങാം, 750 ഗ്രാം അരി വാങ്ങി വീട്ടിലെത്തി ഭാര്യനോട് ചോദിച്ചോലെ തിളച്ചോ? ഇല്ല, തിളക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ ഇങ്ങനെ പറഞ്ഞോളൂ, വെള്ളം വെച്ചാൽ തിളക്കുമ്പോത്തിന് അരി തരാൻ അതിലല്ലാതെ നമുക്ക് വേറെ അറിയാം. ഈ ഒരു നമ്മളെ അള്ള സ്നേഹിക്കുന്നു എന്ന്, അള്ള നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് എന്നും തോന്നുന്നുവോ, അന്ന് നമുക്ക് അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടാനാണ്. അപ്പോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു ഇഷ്ടത്തിനും നമുക്ക് താല്പര്യം ഉണ്ടാവും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാമുക ജീവിതം നയിക്കുന്ന, അതിന് പൂതി വെക്കുന്ന കോളേജ് കുമാരന്മാരും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വിമാനയാത്രയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുകയാണ്. വിമാനയാത്രക്ക് കയറിയാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ എയറോസ്റ്റസ്മാരെ മുഖത്തോട്ട് ഞാൻ നോക്കാറില്ല. കാരണം അവർ അലങ്കരിക്കപ്പെട്ടവരായി. ഞാൻ അത് അലങ്കരിക്കപ്പെട്ടതായി എന്നതുകൊണ്ടല്ല ഞാൻ നോക്കാത്തത്. എന്റെ ഭാര്യയെ ഞാൻ വിട്ടേച്ചു പോരുമ്പോ ഞാൻ വേറെ ആരെങ്കിലും കണ്ടിട്ട് എന്റെ ഭാര്യയോടുള്ള സ്നേഹം അത് കുറഞ്ഞു പോകുമോ എന്ന ഭയത്താലും എന്റെ ഭക്തിയാൽ ഞാൻ എന്റെ കണ്ണിനെ നിയന്ത്രിക്കാനാണ് പതിവ്. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്നത് ഈ ദുഃഖം മറക്കാനാകാം. ഈ ദുഃഖം മറക്കാനാകാം വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ആ സമയത്ത് മദ്യം വാങ്ങി കുടിക്കുന്ന മുസ്ലിം മലയാളികൾ വരെ ഉണ്ട്. ആകാശത്ത് കൂടിയൊക്കെ പോകുമ്പോ മര്യാദക്ക് നിൽക്കേണ്ട ഒരു സ്ഥലമാണ്, അവിടെ നിന്ന് വരെ മദ്യം. മറ്റുള്ളവരെ സംബന്ധിച്ച് അതില്ലല്ലോ, അവർക്കായിട്ട് നിയമമല്ല, ഹറാമാക്കിയ ഒന്നല്ല. പക്ഷെ നമ്മളെ ആളുകൾ മദ്യം വാങ്ങിക്കും. അപ്പോ ഒരു മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ ആളാണ് പറയുന്നത്. അയാൾ പറയാണ്, ഞാനിത് കുടിക്കൂല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ മറ്റപ്പുറത്തിരിക്കണം പറയണം, ജന്യമായി അപ്പുറത്തിരിക്കണ പേരാ ഇവനും കൃഷ്ണനൊക്കെ ഇക്കാര്യം ചോദിക്കുമ്പോ സഹാബിന്റെ പേരാണ്. നമ്മളൊക്കെ വാപ്പാര് എന്ത് കണ്ടിട്ടാട്ടത്? അപ്പോ മദ്യം അത് തിന്മയാണ്, അത് നമുക്ക് പാടില്ലാത്തതാണ്, അള്ളാഹ് ഹറാമാക്കിയതാണ്. ഒരു സ്ത്രീയെ ഒരു പ്രാവശ്യം നോക്കുന്ന അനുവദിക്കപ്പെട്ടത് എയർഹോസ്റ്റസ് ആണെങ്കിൽ 3-4 എണ്ണം നോക്കാനല്ല. അപ്പോ നമ്മളുടെ സംസ്കാരത്തിന്റെ ഏറ്റവും എന്താ പറയാ നന്മയുള്ള വശം നമ്മൾ വ്യഭിചരിക്കാതിരിക്കാനാണ്. ഡൽഹിയിലെ ഒരു പെൺകുട്ടിയെ വ്യഭിചരിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തേക്കിട്ട് കൊലപ്പെടുത്തിയ അതിന്റെ കോടതി വിധി പറയുമ്പോ ആദ്യമായി ആ വിധി പകർപ്പിന്റെ മുകൾ ഭാഗത്ത് എഴുതിയത് പരിശുദ്ധ ഗ്രന്ഥത്തിലായത്താണ്. നിങ്ങൾ ദൈവം പവിത്രമാക്കിയ ആത്മാക്കളെ നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ വ്യഭിചരിക്കുകയും വരുത്. അത്രയും വൃത്തികെട്ട ഒരു തിന്മ ചെയ്തവർക്ക് വധശിക്ഷ വിധിക്കുമ്പോ ആ വിധിയുടെ ആദ്യ എഴുത്തിൽ ഇട്ടത് എന്താണ്? ആ വചനമാണ്, പരിശുദ്ധ ഖുർആനാണ്. അപ്പോ വ്യഭിചാരവും തിന്മയും അതുപോലെ തന്നെ ലഹരിയും ഒക്കെ എത്തുമ്പോ ഇത് ഹറാമാണ്. അത് കല്യാണമായാലും വേർതിയായാലും വേറെന്തായാലും അത് തിന്മയാണ്, പാടില്ലാത്തതാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ സംസ്കാരം കല്യാണത്തിലും ഒരാൾ ജവാനാണെങ്കിലും അയാൾ ജവാനായി റിട്ടേർഡ് ആയാലും അതിന്റെ കുപ്പി ഓഫർ ഉണ്ട് തന്നാലും അതൊക്കെ നമുക്ക് തിന്മയാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ സമ്പത്തും നമ്മളുടെ വസ്ത്രവും ഒക്കെ ശുദ്ധീകരിക്കപ്പെട്ട് ഹലാലാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഹലാൽ അനുവദിക്കപ്പെടുന്ന ഒരു സംസ്കാരമുള്ള ഉമ്മത്ത്
മാതൃകായോഗ്യമാവുക. ആ മാതൃകായോഗ്യമായ ഉമ്മത്തിലെ അംഗങ്ങളാണ് ഞാനും നമ്മളും. നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകയായി നിൽക്കാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.